പ്രകൃതി സുന്ദരമായ നാട്ടിൻപുറത്തെ പുഴക്കടവ് നിൽക്കുമ്പോൾ കേൾക്കാം ആ കടത്തുകാരന്റെ വിളി. വരുവിൻ വേഗം ഇക്കടത്തു വഞ്ചിയിൽ വിരവിലക്കര പോവാൻ, വരുവിൻ വേഗം ഇക്കടത്തു വഞ്ചിയിൽ വിരവിലക്കര പോവാൻ, വരുവിൻ വേഗം ഇക്കടത്തു വഞ്ചി വിരവിലക്കര പോവാൻ. എന്റെ അപേക്ഷ, നിങ്ങൾ ആരും അക്കരെ പോകണ്ട, ഇക്കരെ നിൽക്ക്. നിങ്ങൾ ആരെ കാണാൻ ആഗ്രഹിക്കുന്നു? ആരുടെ കഥ കേൾക്കാൻ ആഗ്രഹിക്കുന്നു? ആളിങ്ങോട്ട് വരുന്നുണ്ട്. ദേ പുഴയുടെ മുകൾ ഭാഗത്തേക്ക് നോക്കൂ, കണ്ടില്ലേ ഒരു തോണി? ആ തോണിയുടെ അമരത്തിരിപ്പുണ്ട് ആള്. തോണിയിൽ അവളുടെ പാൽക്കുടമേറ്റി പാണിയിലൊരു ചുര തുഴയേണ്ടി, തോണിയിൽ അവളുടെ പാൽക്കുടമേറ്റി പാണിയിലൊരു ചുര തുഴയേണ്ടി, അരുവിയിലലസം തുടയുന്നകൽ തെരുവിൽ പോയ പാലുക്കാൻ, തെരുവിൽ പോയ പാലുക്കാൻ, അരുവിയിലലസം തുടയുന്നകൽ തെരുവിൽ പോയ പാലുക്കാൻ, തെരുവിൽ പോയ പാലുക്കാൻ. വഞ്ചിയുടെ അമരത്തിരിക്കുന്നവൾ, വഞ്ചി നിറയെ പാലും കുടങ്ങൾ നിരത്തി വെച്ച് വരുന്ന അവൾ മെല്ലെ പാടുന്നുണ്ട്. വടക്കങ്കായലിലോളം തല്ലുമ്പോൾ ഓർക്കും ഞാൻ എൻ്റെ മാരന്, കാറ്റു വന്നെൻ്റെ കഥകിത്തള്ളുമ്പോൾ ഓർക്കും ഞാൻ എൻ്റെ മാരന്, മാരനെ വീരന് അമ്പുറ്റ മണിമാരന്, മാരനെ വീരന് അൻപുറ്റ മണിമാരന്, അൻപുറ്റ മണിമാരന്, അൻപുറ്റ മണിമാരന്. പാടിയും തുഴഞ്ഞും അവൾ വഞ്ചു കൊണ്ടുവന്ന് അടുപ്പിച്ചത്, പരമാർത്ഥം പറയട്ടെ, എൻ്റെ വീട്ടിൻ്റെ തെക്കുവശത്താണ്. ഒരു നാഴൂരി പാല് ഞങ്ങളുടെ വീട്ടിൽ തന്നിട്ടാണ് അവൾ ചന്തയിൽ പോകുന്നത്. ഇതാ വരുന്നു, പാലും പാത്രമായിട്ട് അവൾ ഓടി വരുന്നു. പാത്രം തിണ്ണി വെച്ചിട്ട് അവൾ മുറ്റത്ത് നിൽക്കുന്നു. നോക്കണം, മഞ്ഞപ്പുള്ളികളുള്ള നീല ജാക്കറ്റും നീളക്കുഞ്ഞു തൊങ്ങല് തുന്നിച്ചേർത്ത പാവാട ചുറ്റും, കൈകളിൽ പൊട്ടിപ്പൊട്ടിച്ചിരിക്കും വളകളും കൈതപ്പൂ തിരുകിയ ചുരുളൻ മുടിക്കെട്ടും, പുഞ്ചിരി അടരാത്ത മുഖവും തേനൂറുന്ന കൊഞ്ചലും, മറക്കുമോ 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 നിങ്ങളൻ ഐഷയെ, മറക്കുമോ നിങ്ങളൻ ഐഷയെ. കൃത്യം 32 വർഷം മുമ്പാണ് കഥാപ്രസംഗ വേദി നിന്നുകൊണ്ട് ഞാൻ ചോദിച്ചത്, മറക്കുമോ നിങ്ങളൻ ഐഷയെ. ഇപ്പോഴും നമ്മുടെ നാട്ടിലെ സഹൃദയന്മാർ പറയാറുണ്ട്, മറന്നില്ല ഞങ്ങൾ ഈ ഐഷയെ. ഞാനും പറയട്ടെ, മറക്കില്ല 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 ഞാനും ഈ ഐഷയെ. ഞാനിവിടെ മറക്കാത്തതിൻ്റെ കാര്യം, ഇവിടെ സ്വഭാവം ഞാൻ ശരിക്കും പഠിച്ചിട്ടുണ്ട്. പെണ്ണ് വന്ന് നിൽക്കുന്നു എന്ന് ഞാൻ അവിടുത്തെ ഒരു ചോദ്യം ചോദിക്കും. ആവർത്തിച്ച് ഒരു സ്റ്റോക്ക് ചോദ്യം ഞാൻ എടുത്തിടും. പെണ്ണെ, നിന്റെ പേരെന്താണ്? പെണ്ണെ, നിന്റെ പേരെന്താണ് എന്നും ചോദിക്കും ഞാൻ. എന്തിനാണ്? ആ കൊച്ചു ചുണ്ടിലെ കിലുങ്ങുന്ന മണിയൊച്ചകൾ കേൾക്കാൻ. അവിടെ സംഭാഷണം കേൾക്കാൻ വലിയ രസമാണ്. അതിനുവേണ്ടി നിന്റെ പേരെന്താണ്? എടി പെണ്ണെ, നിന്റെ പേരെന്താണ് എന്നും ചോദിക്കും ഞാൻ. എന്റെ ചോദ്യം കേൾക്കുമ്പോഴേക്ക് അവള് കൊച്ചുപാവാടത്തുമ്പിൽ കൈതറുത്തവൾ ചുണ്ടിൽ പിച്ചിപ്പൂവിതളുമായി പറയും മറുപടി. എന്താ മറുപടി? എപ്പോഴും മറക്കുന്ന ചേട്ടൻ. അവൾ ഇന്നലെയും പറഞ്ഞില്ലേ ഐഷ, ഞാൻ ഇന്നും ചോദിക്കുന്നു. അതുകൊണ്ടാണ് എപ്പോഴും മറക്കുന്ന ചേട്ടൻ. ഞാൻ അവളെ കളിയാക്കും, എപ്പോഴും നാണിക്കുന്ന കുഞ്ഞു പാവാടക്കാരി, എപ്പോഴും നാണിക്കുന്ന കുഞ്ഞു പാവാടക്കാരി. ഒക്കെ ദേഷ്യം വരും. പേര് ഞാൻ പറയൂല. മുഖവും വെട്ടിച്ചവൾ ദൂരേക്ക് നോക്കും. അങ്ങനെ തന്നെ നിന്നിട്ട് അവൾ പറയും, പാത്രം തിരിയത്തരൂ വേഗം, പാലെടുത്തിട്ട് പാത്രം കൊടുത്തേക്കാൻ. ഞാൻ പറയും, പാലെനിക്കിനി വേണ്ട, പാലെനിക്കിനി വേണ്ട, പാതിയും കക്കൂസുള്ള തോട്ടിലെ നാറും വെള്ളം, പാതിയും കക്കൂസുള്ള തോട്ടിലെ നാറും വെള്ളം. അത് കേൾക്കുമ്പോഴേക്ക് അവിടെ മുഖം ചുവന്നു. കവളിൽ ചെങ്കുങ്കുമം വീണ പോൽ തുടുത്തവൾ കരയാൻ ആരംഭിക്കും. ചേട്ടാ, പേര് ഞാൻ പറഞ്ഞാലോ? പേര് പറയാനിട്ടാണ് ഈ ദ്രോഹി പാല് വേണ്ടെന്ന് വെച്ചെങ്കിൽ പേര് ഞാൻ പറഞ്ഞാലോ? ഞാൻ മിണ്ടില്ല. ഞാൻ മേശപ്പുറത്ത് കിടന്ന് പുസ്തകത്തിന് താള് മറിച്ച് നോക്കി ഒരു കള്ളനെ പോലെ അങ്ങനെ ഇരിക്കും. ചേട്ടാ, ചേട്ടാ, ആയിഷ. പോട്ടെ, പാത്രം തിരിയത്തരൂ ചേട്ടാ. അവനെ കിളിയുടെ കൊഞ്ചലിംഗന നീളും, അവനെ കിളിയുടെ കൊഞ്ചലിംഗന നീളും,
മനോഹരമായ ആ നാട്ടിൻപുറത്ത് ഒരു മഞ്ഞത്തുമ്പിയെ പോലെ പാറി നടക്കുന്നൊരു പൊന്നോമന പെൺകുട്ടി ആയിഷ. നമ്മുടെ പ്രിയപ്പെട്ട കവി വയലാർ രാമവർമ്മയുടെ മനോഹരമായ ആ ഖണ്ഡകാവ്യം ആയിഷ. മലയാളിക്ക് ഒരിക്കലും മറക്കാനാവാത്ത മധുരോധാരമായ കഥ ആയിഷ. ഇവിടെ കഥ ഞാൻ പറഞ്ഞു തുടങ്ങുമ്പോൾ ഒരാളിനെ കൂടെ പരിചയപ്പെടുത്തിക്കൊള്ളട്ടെ. ആയിഷയുടെ അച്ഛൻ, തെറ്റിപ്പോയി, അച്ഛനല്ല, ബാപ്പ. ആയിഷയുടെ ബാപ്പ നല്ലവനായിരിക്കും. ആയിഷ നല്ല പെണ്ണ്, ആയിഷ നല്ല പേര്. നിശ്ചയമായിട്ടും അവിടെ ബാപ്പായും നല്ലവനായിരിക്കും. കാര്യം നമ്മുടെ അമ്മമ്മമാർ നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, തന്തയ്ക്ക് പറക്കണോടി മക്കൾ, തന്തയ്ക്ക് പറക്കണോടി മക്കൾ. ആ പാരമ്പര്യം ശരിയാണെന്ന് തോന്നുന്നു. ഇതാ വരുന്നു ആയിഷ. ആയിഷയുടെ ബാപ്പയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ മിക്കവാറും അയാളുടെ സ്വഭാവം നിങ്ങൾക്ക് മനസ്സിലാവും. പെണ്ണിൻ്റെ പേര് ആയിഷ, പെണ്ണിൻ്റെ ബാപ്പയുടെ പേര് അത്രമാൻ. ആളിത്തിരി പെശക, ആളിത്തിരി പ്രയാസപ്പെട്ട ആളാണ്. വരുന്നുണ്ട്, നോക്കണം. ഞാൻ പറഞ്ഞു വെറുതെ ആണെങ്കിൽ അദ്ദേഹത്തിന് ഇതാ വരുന്നു. വളർന്ന വെള്ളിക്കൊമ്പൻ മീശകൾ കവളിന്മേൽ വകഞ്ഞിട്ട് അതിലൊക്കെ മുറുക്കാൻ പതയുമായി. അത്രമാന്റെ മീശതറയെ മുറുക്കാൻ പത പറ്റിയിരിക്കുന്നു. അതിലൊക്കെ മുറുക്കാൻ പതയുമായി മുഖത്തു മസൂരിക്കുത്ത് ഉഗ്രമാം വൈരൂപ്യത്തിൽ മുഴുപ്പെത്തിയതാണ് മാംസവിൽപ്പനക്കാരൻ. ഇറച്ചി കച്ചവടക്കാരനാണ്, കശാപ്പുകാരനാണ്. വരും, നമുക്ക് അവിടെ കച്ചവടം ഒന്ന് കാണാം, അവിടെ കടയൊന്ന് കാണാം. കട കാണാനൊന്നുമില്ല, 3-4 കട ഉയർത്തി അതിൻ്റെ പുറത്തൊരു ചാപ്ര പിടിച്ചു വെച്ചിരിക്കുന്നു, അതാണ് കട. അതിൻ്റെ തൊട്ട് മുമ്പിൽ ഇരിക്കുന്നു ഒരു പുളിമുട്ടം. കുറേ കാലമായിട്ട് ആ പുളിമുട്ടത്തിൻ്റെ ഒരു അറ്റം തേഞ്ഞു പോയിരിക്കുന്നു. അത് നാട്ടുകാർക്ക് കുറേശ്ശെ വെട്ടിയറിഞ്ഞു കൊടുത്താൽ. ആ പുളിമുട്ടത്തിൻ്റെ അറ്റത്തൊരു ആട്ടിൻ്റെ തല മാത്രം ഇരുന്ന് കരയുന്നു. ചോദിക്കണം ആട്ടിൻതലയോട്, എന്താ ആട്ടിൻതലേ നിനക്കൊരു സങ്കടം പോലെ? ആട്ടിൻതല പറയും, എൻ്റെ കരൾ ഇതാ നിൽക്കുന്നു, എൻ്റെ കരള്. ശരിയാണ്. വക്കത്തു നിണം മാറുന്നുളുമ്പും മാംസം കണ്ടിച്ചൊക്കെയും കടയുടെ മുഖത്തു കെട്ടിത്തൂക്കി വെട്ടുകത്തിയുമായി അങ്ങനെ തേച്ച് മിനുങ്ങി പളപള പൊട്ടിച്ചിരിക്കുന്ന വെട്ടുകത്തിയുമായിട്ട് ഉഗ്രമാം വൈരൂപ്യത്തിൽ കണ്ണുകൾ ചുവപ്പിച്ച് ആ ചട്ടുകാലനാം വൃദ്ധനീക്കും നഗരത്തിൽ. അത്രമാൻ ഒരു ചട്ടുകാലനാണ്. ചട്ടുകാലൻ എന്ന് പറഞ്ഞാൽ നടന്നു പോകുമ്പോൾ നമുക്ക് തോന്നും അങ്ങനെ എത്തിയും നോക്കിയും പോകാൻ തോന്നും. ചട്ടുകാലനാം വൃദ്ധനിരിക്കും നഗരത്തിൽ. എങ്ങനെയാണ് ഈ ചട്ടുകാലുണ്ടായത്? പണ്ടൊരു പാണ്ടിപ്പോത്ത് പാതിയും കണ്ടിച്ചിട്ട പണ്ടവുമായി പാഞ്ഞു. പക്ഷെ അത്രമാൻ വിടുവോ? അത്രമാൻ വെട്ടിയിട്ട മൂച്ചിന് തലയില്ലാതെ പോത്തൊന്ന് ഓടി നോക്കി. അത്രമാൻ കൊലക്കത്തി പായിച്ച് കാൽമുട്ടിന്മേൽ അക്കൊമ്പൻ കരിമ്പോത്ത് നൽകിയ മുടന്തുമായി രാത്രിയിൽ നഗരത്തിൽ നിന്നയാൾ നിണം നാറും തോർത്തിന്റെ മടിക്കുത്തിലന്നത്തെ പിരിവുമായി വീട്ടിലെത്തുമ്പോൾ എന്നും 100 കുറ്റങ്ങൾ ചൂണ്ടിക്കാട്ടി ആ പെൺകുഞ്ഞിന്റെ ഹൃദയം നോവിപ്പിക്കും. ജോലി കഴിഞ്ഞ് കാശും പാരിമടിയിൽ വീട്ടിൽ വരുമ്പോ അത്രമാനം പിന്നെ കുറെ നേരത്തേക്ക് ഒരു വെറിയ. ആയിഷ ചെയ്തതൊക്കെ കുറ്റം. വെള്ളം കോരിയത് കുറ്റം, കോരാഞ്ഞത് കുറ്റം, മുറ്റം തൂത്തത് കുറ്റം, തൂക്കാഞ്ഞത് കുറ്റം. 100 കുറ്റങ്ങൾ ചൂണ്ടിക്കാട്ടി ആ പെൺകുഞ്ഞിന്റെ ഹൃദയം നോവിപ്പിക്കും. അത്രമാൻ ദേഷ്യപ്പെടുമ്പോ പെണ്ണ് കരയും, എൻ്റെ ഉമ്മ പോയല്ല നീ. ശരിയാണ്, അവൾക്ക് ഉമ്മയില്ല. ഉമ്മ തൻ മുലക്കണ്ണിൽ നാവിട്ടു ഞരടുവാൻ അമ്മകൾക്കമ്മിഞ്ഞപ്പാൽ കുടിച്ചു കൊഴുക്കുവാൻ കഴിഞ്ഞില്ല. എൻ്റെ ഉമ്മ പോയല്ല നീ. അത്രമാന് ദേഷ്യം വരുമ്പോ അയാൾ വിളിച്ചു പറയും, പെണ്ണെ നിന്നെ കത്തി കൊണ്ടായിരിക്കും കളയി കെട്ടിത്തൂക്കും. അതൊക്കെ വേറെ വളരെ ലഘുവായ ശിക്ഷയുള്ള അത്രമാൻ. കത്തി കൊണ്ടായിരിക്കും ഞാൻ കടയി കെട്ടിത്തൂക്കും. എൻ്റെ ഉമ്മ പോയല്ലാതി. ആയിഷ വിതുമ്പിയാൽ വയ്യനിക്കോർമ്മിക്കുവാൻ ആ ഇളം കുരുന്നിന്റെ ചേതന ചിലമ്പിയാൽ വയ്യനിക്കോർമ്മിക്കുവാൻ എൻ്റെ ഉമ്മ പോയല്ലാ നീ. ആയിഷ കരയുമ്പോൾ തൊട്ടടുത്ത വീട്ടിലൊരു അമ്മമ്മയുണ്ട്, നങ്ങു അമ്മൂമ്മ. അവരും എല്ലാം കയറി വരും. പെണ്ണിനെ എടുത്ത് മടി വെച്ച് അവിടെ കണ്ണുനീർ തുടച്ചിട്ട് പറയും, ആയിഷ അത്രമാന്റെ തല്ലുകൊണ്ടവൾ ചത്തു.
എടി പെണ്ണെ, നിന്റെ ബാപ്പ നിന്റെ ഉമ്മായ തല്ലിക്കൊന്നാടി കൊച്ചേ. ഉറക്കപ്പാവത്തിനെ മുപ്പരപ്പഴും തല്ലും, ഉറങ്ങും വരെ 100 നാവിട്ടുതെറി പാടും. കണ്ണു തോരാതെ തന്നെ മരിച്ചു പാവം നിന്നെ, കണ്ണുകൾ തുറന്നൊന്നു കാണുവാൻ കഴിയാതെ. കണ്ണു തോരാതെ തന്നെ മരിച്ചു പാവം നിന്നെ, കണ്ണുകൾ തുറന്നൊന്നു കാണുവാൻ കഴിയാതെ. എന്റെ ബാപ്പോയല്ലാതെ പെണ്ണെ, നിന്നെ കത്തി കൊണ്ടരിഞ്ഞ് ഞാൻ കടയിൽ കെട്ടിത്തൂക്കും. പൂ പോലത്തെ ഒരു പെൺകുട്ടി, പിശാജ് പോലത്തെ ഒരു അച്ഛൻ. അച്ഛനെയും മകളെയും നമ്മൾ പരിചയപ്പെട്ടു. അടുത്ത ദിവസവും ഐഷ എൻ്റെ വീട്ടിൽ വന്ന് പാലും പാത്രമായിട്ട് ഞാൻ എൻ്റെ സ്ഥിരം ചോദ്യം എടുത്തിട്ടു. നിന്റെ പേരെന്താണ്? എടി പെണ്ണെ, നിന്റെ പേരെന്താണ്? അവൾ ഇങ്ങോട്ടൊരു ചോദ്യം. ചേട്ടാ അറിഞ്ഞോ? എന്താ പെണ്ണെ? ഇന്നലെ എനിക്കൊരു ജാക്കറ്റു തട്ടിച്ചല്ലോ, ഇന്നലെ എനിക്കൊരു ജാക്കറ്റു തട്ടിച്ചല്ലോ, വന്ന പാടവളോതി വീട്ടിലെ വിശേഷങ്ങൾ. ഇതെവിടുന്ന പെണ്ണെ? ഇതോ ഇന്നലെ മജീദിക്ക പട്ടണങ്ങളിൽ ചുറ്റി വന്നപ്പോ തട്ടിച്ചതാണ്. ഒത്തിരി വിലയായി, ഒത്തിരി വിലയായി, ഒത്തിരി വിലയായി, പിന്നെ ഒത്തിരി വില. എടി പെണ്ണെ, നിന്റെ മജീദിക്ക് ആരോ കളിപ്പിച്ചതാ. അയാൾക്ക് തുണി മേടിക്കാൻ അറിയാവോ? ഇത് വെറുതെ കിട്ടുന്ന തുണിയാത്, ഇത് നാറുന്ന തുണി, വൃത്തികെട്ട തുണി. ചേട്ടാ, ഇന്നലെ മജീദിക്ക, നിന്റെ മജീദിക്ക അവന് തുണി മേടിക്കാൻ അറിയാവോ? എടി പെണ്ണെ, ഇത് നാറുന്ന തുണി. ചേട്ടാ, നല്ല വാസനയുണ്ട് ചേട്ടാ. എടി പെണ്ണെ, ഈ തുണിയുടെ പേരാണ് കൊളങ്കലക്ക് തുണി. കൊളങ്കലക്ക് തുണി എന്ന് പറയുന്നത്. ഒരു കാര്യം, ഇതിട്ടോണ്ട് ഇവിടെ വരരുത്, ഈ ചന്തയിലെങ്ങും പോകരുത്, ആളുതിനെ ആക്ഷേപിക്കും, നാണക്കേടാണ്. അവൾ കണ്ണു തുടയ്ക്കുന്നു. ഞാനിനി വരുന്നില്ല, ഈ ചേട്ടന്റെ വീട്ടിലേക്ക് ഞാനിനി വരത്തില്ല. മുകിലാൽ മുഖം മൂടും പൂനിലാവ് പോൽ കണ്ണീരൊപ്പിക്കൊണ്ടവളോതി. ഐഷ പോകണോ പെണ്ണെ? ആ പിണങ്ങിയോ? ഐഷ, കളിയായി ഞാനും കളിയാക്കി പോയപ്പോൾ കരയുന്നു കരയുന്നു കനകമേ നീ, കരയുന്നു കരയുന്നു കനകമേ നീ. എന്റെ പാട്ടും കൂത്തും കേൾക്കാൻ അവൾ നിന്നില്ല. അവള് വഞ്ചിച്ചൊഴിഞ്ഞു പോകുന്നു. പാലൻ പാത്രം എന്റെ തിണ്ണയിലിരിക്കുന്നു. കഷ്ടമായിപ്പോയി. അവൾക്ക് ഇഷ്ടപ്പെട്ട തുണിത്തരം മോശമെന്ന് പറഞ്ഞത് അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ലല്ലോ. അവളെ അങ്ങനെ ദുഃഖിപ്പിച്ചത് നന്നായില്ല. സാരമില്ല, നാളെ വരുമല്ലോ. നാളെ വരുമ്പോൾ പറഞ്ഞു കളയാം. ഇത് ലോകത്തെങ്ങും കിട്ടാത്ത തുണിയാണ്. അത് നിന്റെ മജീദിക്കായ്ക്ക് മാത്രമേ ഇതെവിടെ നിന്നും കിട്ടുള്ളൂ. അവളെ പറഞ്ഞ് സമാധാനിപ്പിക്കണം, സന്തോഷിപ്പിക്കണം. ഞാൻ കാത്തിരിക്കുക. സാധാരണ ഒരു 7 മണിക്ക് അവൾ വീട്ടിൽ വരാറുണ്ട് രാവിലെ. അന്ന് 7 കഴിഞ്ഞു, മണി 8 ഐഷയെ കണ്ടില്ല. മണി 9 ആകുന്നു. എനിക്ക് പോകേണ്ടത് പോകണ്ടേ? ഞാൻ പുസ്തകം എടുത്ത് ഇറങ്ങി. ഞാൻ ആ പുഴയുടെ മുകൾ ഭാഗത്തേക്ക് നോക്കി. വരുന്നുണ്ട്, ആ വഞ്ചി വരുന്നുണ്ട്, അവൾ വരുന്നുണ്ട്. ഞാൻ പുസ്തകം കൊണ്ട് മേശപ്പുറത്തിട്ടു. എന്നിട്ട് മുറ്റത്ത് അങ്ങനെ നടന്നു. ആ വളവ് തിരിഞ്ഞ് ഞങ്ങളുടെ പഠിക്കൽ ആ വഞ്ചി വന്ന് അടുക്കുന്നു. ഞാൻ പുറംതിരിഞ്ഞു വന്നു. അവൾ വരട്ടെ, അവൾ വന്ന് എന്നെ വിളിക്കട്ടെ. അവൾ എൻ്റെ പിന്നിൽ വന്നു, വിളിക്കുന്നില്ല. ഞാൻ അല്പനേരം കാത്തു നിന്നു, അവൾ വിളിക്കുന്നില്ല. ഒടുവിൽ ഞാൻ തിരിഞ്ഞു നോക്കി. അതൊക്കെ ഐഷ അല്ല, അദ്രമാൻ. എനിക്കയാളെ പേടിയാ. ജീവനോടെ നിൽക്കുന്ന ആട്ടിന്റെ ചെവിക്ക് പിടിച്ച് അങ്ങോട്ട് കഴുത്ത് കാച്ചു കളയുന്നതാണല്ലേ. ഞാൻ മനസ്സറിയാതെ അങ്ങ് തിണ്ണയിൽ കയറിപ്പോയി. എൻ്റെ വിചാരം, ഈ മനുഷ്യൻ ഇപ്പോൾ ഇങ്ങോട്ട് വന്ന് ആ പാലും പാത്രം തിണ്ണയിൽ വെക്കും, ഇങ്ങോട്ട് കയറി വരും, എൻ്റെ കഴുത്തിന് കുത്തിപ്പിടിക്കും, കരണ കുറ്റിക്ക് കാച്ചും. പക്ഷെ ഒന്നും ഉണ്ടായില്ല. അയാൾ മുഖം കുപ്പിട്ടങ്ങ് നിൽക്കുകയാണ്. അവസാനം ഞാൻ വിളിക്കേണ്ടി വന്നു. അദ്രമാൻ. പേടിച്ചാണ് എൻ്റെ വിളി. കാരണം വിളിക്കുമ്പോഴാണെങ്കിലോ സംഗതി സാധിക്കുന്നത്. അദ്രമാൻ. അയാൾ മുഖം ഉയർത്തി. അയാളുടെ കണ്ണ് നിറഞ്ഞിരിക്കുന്നു. അദ്രമാൻ, ഐഷ എവിടെ? ഇതയാളുടെ കവിളിലൂടെ കണ്ണുനീരൊഴുകുന്നു. അദ്രമാൻ, ഐഷയ്ക്ക് എന്ത് പറ്റി? നിങ്ങളുടെ മകൾക്ക് എന്ത് പറ്റി? പറയൂ. നമ്മുടെ തലേവിധ തുടയ്ക്കാൻ കൈലേസില്ല. എന്ത്? നമ്മുടെ തലേവിധി തുടയ്ക്കാൻ കൈലേസില്ല. കാര്യം പറയൂ അദ്രമാൻ. ആയിഷയുടെ നിക്കാഹ് ഇന്നലെ കഴിഞ്ഞു. അവൾ പോയിരിക്കുകയാണ് നഗരത്തിലെ വീട്ടിൽ. എന്ത്? ഐഷയുടെ കല്യാണം കഴിഞ്ഞു? അദ്രമാൻ,
അവിടെ നില്ല്, പോവരുത്, എനിക്കറിയണം, നിൽക്ക്. അയാൾ ചെന്ന് വഞ്ചി കയറി കഴിഞ്ഞ് തുഴഞ്ഞു പോകുന്നു. എന്റെ മുമ്പിൽ നിൽക്കാൻ ധൈര്യമില്ലാത്തവനെ പോലെ. എങ്ങനെ ഇത് വിശ്വസിക്കുക? 12 വയസ്സുള്ള പെണ്ണിന്റെ കല്യാണം കഴിഞ്ഞു അവിടെ ബാപ്പ എന്ന് പറയുന്നു. എങ്ങനെ വിശ്വസിക്കാതിരിക്കും? മാത്രമല്ല, എത്ര നിസ്സാര കാര്യമുണ്ടെങ്കിലും നമ്മൾ പറയാറുണ്ടല്ലോ. ഇന്നലെ ആ ജാക്കറ്റിൻ്റെ കാര്യം ഒന്ന് പറഞ്ഞില്ലേ, ഒരു വലിയ വാർത്തയായിട്ട്. അപ്പോൾ പിന്നെ ഈ കല്യാണക്കാര്യം മാത്രം ഇതിന് നമ്മൾ ഒളിച്ചു വെച്ചു. അതുമല്ല, കല്യാണത്തിനൊരു പ്രായമില്ലേ? നമ്മുടെ നാട്ടിലെ പ്രായം ഏതാ? 17. മധുര 17. വെറും 17 അല്ല, മധുര 17. പിന്നെ ചിലയിടത്ത് മധുര 17 കഴിഞ്ഞ്, മധുര 27 കഴിഞ്ഞ്, മധുര 37 കഴിഞ്ഞ്, മധുര 47 കഴിഞ്ഞ് മൂത്ത് മറിച്ച് ചില നിർഭാഗ്യവതികൾ വീട് നിറഞ്ഞിരിക്കാറുണ്ട്. സ്ത്രീധനമല്ലേ പ്രശ്നം? ഇവിടെ 12 വയസ്സുള്ള പെണ്ണിൻ്റെ കല്യാണം നടത്തുന്നു. ബാപ്പാവെന്ന് പറയുന്നു. എനിക്കറിയണം. ഞാൻ ആ പുസ്തകം കൊണ്ട് മേശപ്പുറത്തിട്ടു. അന്ന് പോകേണ്ടടുത്തേക്ക് ഞാൻ പോയില്ല. നേരെ അത്രമാൻ്റെ വീട്ടിലേക്ക് പോയി. 2-3 കടത്ത് കഴിയണം. തോടും മടായിയും ചാടി ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവിടെ ആരുമില്ല. ആ മാടം, മറിഞ്ഞു വീഴാൻ നിൽക്കുന്നൊരു മാടം. അത്രമാൻ, ആരുമില്ല ഇവിടെ. ഞാൻ അടുത്ത വീട്ടിലേക്ക് ഇരുന്നു. അവിടെ നങ്ങു അമ്മുമ്മ ഉണ്ടല്ലോ, നേരത്തെ ഞാൻ പറഞ്ഞ അമ്മുമ്മ. ആ അമ്മുമ്മയാണ് അമ്മുമ്മ. അവരുടെ കണ്ണാണ് കണ്ണ്. 1000 ബാവുകൾ കണ്ട കണ്ണിൽ ആവി പുകയുന്ന ബാഷ്പവുമായി രക്തം തുളുമ്പും വികാരമോടെ മുത്തശ്ശിയമ്മ കഥ പറഞ്ഞു. മക്കളെ, അത്രമാൻ ഐഷയെ വിറ്റു കളഞ്ഞതല്ലയോ, കൊടുത്ത് കാശ് മേടിച്ചതാ. എന്ത്? അത്രമാൻ തന്റെ മകളെ കല്യാണം കഴിച്ചല്ലെന്നു, അവളെ വിറ്റു കളഞ്ഞാണെന്നു? അങ്ങനെ പറയുന്ന ആ കൊച്ചേ ശരി. ആ പെണ്ണിന്റെ ഗുണം കൊണ്ടല്ലയോ വീട്ടുകാര്യങ്ങളൊക്കെ നടന്നത്. അവള് പാൽ വെക്കാൻ പോയതുകൊണ്ടല്ലയോ വീട്ടുകാര്യങ്ങളൊക്കെ നടന്നത്. ഈ അത്രമാൻ അവളതൊക്കെ കുടിച്ചു തീർത്ത് കടയും അടച്ചിട്ട് തെണ്ടി നടക്കുന്നു. റോഡ് നീളെ എത്തിയും നോക്കി അങ്ങനെ പോകുമ്പോൾ ഒരു പുത്തൻ മുതലാളി, ഒരു പുത്തൻ പണക്കാരൻ വിളിക്കുന്നു. ഏയ് ഏയ് അത്രമാൻ, കയറി വാടോ. അത്രമാൻ അകത്ത് ചെന്നു. ഇരിക്ക്. ഇല്ല, നമ്മൾ നിന്നോളാം. അവിടെ ഇരിക്കുക, കസേരയിലോട്ട് കയറി ഇരിക്കുക. ഇല്ല, നമുക്ക് നിന്നാ ശീലം. അത്രമാനെ കച്ചവടമൊന്നുമില്ലേ? ഇല്ല. അതെന്താ? ഒക്കെ നഷ്ടം വന്നുപോയി. നഷ്ടം വന്നോ അതേ കുടിച്ചു തീർത്തോ? കുറച്ചൊക്കെ നമ്മൾ കുടിച്ചു തീർത്തു. എന്തായാലും നഷ്ടമാണല്ലോ, ബാക്കി നമ്മൾ കുടിച്ചു തീർത്തു. ഇനി കച്ചവടം ചെയ്യണ്ടേ? നമ്മുടെ ഈ പണമില്ല, നമ്മൾ കുറേ പണം തരാം. അത്രമാൻ മിണ്ടിയില്ല. നമ്മൾ കുറേ പണം തരാം. പണക്കാരനകത്ത് പോയി പുത്തനാമു സൈഫ് വലിച്ചു തുറന്ന് ഇതാ ഇറങ്ങി വരുന്ന ഒരു 100 രൂപ നോട്ടുമായിട്ട്. ഇതാ അത്രമാൻ, മേടിച്ചോളൂ. 2 കൈ നീട്ടി അത്രമാൻ ആ നോട്ട് വാങ്ങിച്ചു. എൻ്റെ റബ്ബേ, ഇത് നമ്മൾ എപ്പോഴാ തിരികെ തരേണ്ടത്? ഇത് തിരികെ തരണ്ട, നീ തിരികെ തരണ്ട. എൻ്റെ റബ്ബേ, 100 പുണ്യമുണ്ട് എനിക്കൊരു ഛേദവും വരുത്തല്ലേ. അയാൾ ആ നോട്ട് കണ്ണിൽ വെച്ച് 4 മടക്കി മടിയിൽ ഒതുക്കി. അപ്പം നമ്മൾ ചെല്ലട്ടെ. അത്രമാൻ നില്ല പോകാൻ വരട്ടെ. ചൂണ്ട കിട്ടി പിടിച്ച പോലെ അത്രമാൻ തിരികെ വന്നു. അത്രമാനെ, നിനക്കൊരു മകളുണ്ടല്ലോ ആയിഷ. ഓ, നമ്മുടെ പുന്നാര മോൾ ആയിഷ. നമുക്ക് മോളും മോനുമായിട്ട് അവളല്ലേ ഉള്ളൂ. അവളെ ഇനി ചന്തയിലെങ്ങും അയക്കരുത്, നാണക്കേടാ. ഞാൻ ഇന്നലെ അവളെ കണ്ട് ചന്തയിൽ. കല്യാണ പ്രായമായിരുന്നു പെണ്ണിനെ കല്യാണം, അവളെ ചന്തയിൽ അയക്കരുത്. അയ്യോ മുതലാളി, അവൾക്ക് 12 വയസ്സേ ഉള്ളൂ, കൊച്ചു പെണ്ണല്ലയോ. വേണ്ട, അവളെ ഇനി ചന്തയിൽ അയക്കണ്ട. പിന്നെ അവൾ ഇവിടെ നിൽക്കട്ടെ, എൻ്റെ വീട്ടിൽ നിന്നോട്ടെ. അത്രമാൻ മനസ്സിലായില്ല. അത്രമാൻ, തൻ്റെ മകളെ ആയിഷ ഇവിടെ നിന്നോട്ടെ, ഈ വീട്ടിൽ എന്നെ കെട്ടിയോലപ്പോൾ ഇവിടെ കഴിയട്ടെ. വേണ്ട, നമുക്ക് ഈ പണം വേണ്ട. എടാ വടയാ, നിന്റെ പൈസ ഉണ്ടോ? കെട്ടിച്ചേക്കാൻ പൈസ ഉണ്ടോ? പൈസ ഇല്ലേ? വല്ല പാട്ടി തിരിഞ്ഞു നോക്കോ മുതലാളി. എന്റെ മോക്ക് 12 വയസ്സേ ഉള്ളൂ, മുതലാളിക്ക് 60 വയസ്സ് കഴിഞ്ഞു കാണും. അത് സാരമില്ല അത്രമാൻ, സാരമില്ല. അവൾ എൻ്റെ മകളെ പോലെ കഴിഞ്ഞോട്ടെ, ഒരു 3-4 കൊല്ലം മകളെ പോലെ, പിന്നെ കെട്ടിയോളെ പോലെ. മുതലാളി വരൂ അത്രമാൻ, വരാൻ പറഞ്ഞിട്ട്. പുത്തമ്പണക്കാരൻ അത്രമാന്റെ കൈക്ക് പിടിച്ചു വലിച്ചടിച്ച് കൊണ്ടുപോകുന്നു. പാപം അത്രമാൻ ആലോചിച്ചു. അയാൾ പറഞ്ഞ ചില വാക്കുകൾ അത്രമാന്റെ മനസ്സിൽ ഉറക്കിയിരിക്കുന്നു. നിന്റെ ഈ പണം ഉണ്ടോടാ? പണമില്ല കെട്ടിച്ചേക്കാൻ ആരെങ്കിലും വല്ല പട്ടിയും മതികൂടാ. അവരാ മാടത്തിന്റെ മുമ്പിലെത്തി. അത്രമാനം തീരുമാനത്തിൽ എത്തിക്കഴിഞ്ഞ ലക്ഷണം. ആയിഷ, മോളെ ആയിഷ. അവൾ അകത്ത് അടുപ്പത്ത് വെള്ളം വെച്ച് തീ കത്തിച്ചിരിക്കുക.
ഇങ്ങോട്ട് വാ മോളെ. എന്താ ബാപ്പ, ബാപ്പ എന്താ ഇത്ര ഇരുട്ടിയത്? ഇനി ബാപ്പ ഇരുട്ടി വന്നാൽ ഞാൻ കരയും ബാപ്പ. മോളെ ഐഷ, നീ ഇനി കരയണ്ട, നമ്മൾ കച്ചവടത്തിന് പോകാൻ പോകുന്നു. കണ്ടോ 100 രൂപ. എവിടുന്ന ബാപ്പ? നിക്ക്, നീ മുതലാളി തന്നു. ഇതാരാ ബാപ്പ? നമ്മുടെ സ്വന്തമാണോ ബാപ്പ? ഐഷ, ഇതാണ് നിനക്കുള്ള കെട്ടിയവൻ. ഐഷ, നീ പേടിക്കാൻ, നമ്മൾ പറയട്ടെ, ഇത് വേറെ ഒരു ബാപ്പയാന്ന് വിചാരിച്ചോ, നമ്മൾ നിന്നെ വന്ന് കണ്ടോളാം. ചെല്ല്, നീ നമ്മുടെ വീടാണെന്ന് കരുതിക്കോ. ചെല്ല്, വേറെ ഒരു ബാപ്പയാ. ചെല്ല്. ഞാൻ പോവില്ല, എന്നെ ബാപ്പയെ വിട്ട് പോവില്ല. ഐഷ, നമ്മൾ പറയുന്ന കേക്ക്, ഇത് വേറെ ഒരു ബാപ്പയാ. ചെന്ന് ചെല്ല്. ഞാൻ പോവില്ല, എന്റെ ബാപ്പയെ വിട്ട് പോവില്ല. പെണ്ണെ, നിന്നെ കത്തി കൊണ്ടരിഞ്ഞ് ഞാൻ കടയിൽ കെട്ടിത്തോക്കും. നിന്നെ കത്തി കൊണ്ടരിഞ്ഞ് ഞാൻ കടയിൽ കെട്ടിത്തോക്കും. അത്രമാനെ അവളെ പേടിപ്പിക്കാതെ. വാ മോളെ വാ. പണക്കാരൻ 60 വയസ്സുകാരൻ ചെന്ന് 12 വയസ്സുകാരുടെ കൈക്ക് പിടിക്കുന്നു. കൊണ്ടുപോകുന്നു, വലിച്ചടിച്ചു കൊണ്ടുപോകുന്നു. വിൽപ്പന കഴിഞ്ഞേ പോയി, വിൽപ്പന കഴിഞ്ഞേ പോയി. സംഭവം ഇതാണേതോ വിടനാം പണക്കാരന് 50 100 രൂപയ്ക്കായി വിൽക്കപ്പെട്ടു. 50 100 രൂപയ്ക്കായിഷ വിൽക്കപ്പെട്ടു. ആ ഇളം കിളിയത്ര ചിറകിട്ടടിച്ചാലും 1000 വഴികളെ തകർക്കാൻ കഴിയില്ല, തകർക്കാൻ കഴിയില്ല. ആ ഇളം കിളിയത്ര ചിറകിട്ടടിച്ചാലും 1000 വഴികളെ തകർക്കാൻ കഴിയില്ല, തകർക്കാൻ കഴിയില്ല. വിൽപ്പന കഴിഞ്ഞേ പോയി, വിൽപ്പന കഴിഞ്ഞേ പോയി. മലരണിക്കാട്ടിലെ പൂവുകൾ തൻ തലമുറ പിന്നെയും പാടി വീണു. രമണനും മദനനും മാഞ്ഞുപോയി, യവനിക കെട്ടഴിഞ്ഞത്ര വീണു. പണവും പണവുമായി സല്ലപിക്കും പ്രണയപ്പനികൾ കടന്നുപോയി. 4 സംവത്സരം കഴിഞ്ഞിരിക്കുന്നു. ഞാനിപ്പോൾ ആ നാട്ടിൻപുറത്തല്ല, ഒരു വലിയ പട്ടണത്തിലാണ് എൻ്റെ താമസം. എൻ്റെ കലാശാല വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഞാൻ അവിടെ താമസിക്കുന്നു. ഞങ്ങൾ കോളേജ് കുമാരന്മാർ വൈകിട്ട് നടക്കാനിറങ്ങും. അങ്ങനെ തെരുവിലൂടെ പോകുമ്പോൾ 4 കൂടിയ മുക്ക് കണ്ടമാനം ആളുകൂടി നിൽക്കുന്നു. ഞങ്ങൾ അങ്ങോട്ട് ചെന്നു. ആളുകളെ തള്ളിമാറ്റി അകത്തേക്ക് നോക്കുമ്പോൾ ഇതാ നിലത്തെന്തോ ഒരു സാധനം, ഒരു ചാക്കുകൊണ്ട് മറച്ചിട്ടിരിക്കുന്നു. ആളുകൾ പകച്ചു മാറി നിൽക്കുന്നു. എന്താ ഇത്? ഈ ചാക്കിന് താഴെ എന്താ? ആരും മിണ്ടുന്നില്ല. ഞാൻ ചെന്ന ചാക്കിൻ്റെ ഒരു അറ്റം പിടിച്ച് മെല്ലെ ഉയർത്തി. പെട്ടെന്ന് ഞാൻ ആ ചാക്ക് താഴെയിട്ട് കളഞ്ഞു. ഇതാ ഒരു ശവം, ഒരു ചോരക്കുഞ്ഞിന്റെ ശവശരീരം. പ്രസവിച്ചിട്ട് 2 ദിവസം പോലും പ്രായമില്ലാത്തൊരു കുഞ്ഞിന്റെ ശവശരീരം. കണ്ണുകൾ മറിഞ്ഞ് മാംസങ്ങൾ ഉന്തി കുഞ്ഞു കൈകൾ മാന്തിക്കേറി ബീഭത്സമാണ് ആ രൂപം. ഇതെങ്ങനെ വന്നിവിടെ? പട്ടികൾ ഇന്ന് ഉച്ചയ്ക്കു കടിച്ചു വലിച്ചു കണ്ടിട്ടതാണത്രേ പൊന്തക്കാടുകൾക്കുള്ളിൽ നിന്നും ആ കാണുന്ന കാട്ടിനകത്തുനിന്ന് പട്ടികൾ കടിച്ചു വലിച്ചു ഇവിടെ കൊണ്ടിട്ടു. ഞങ്ങള് പട്ടികളെ തല്ലി ഒടിച്ചിട്ട് നിൽക്കുക. വല്ലാത്ത ദുർഗന്ധം, കഷ്ടം. ഞാൻ തീയ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിൽ കയറിച്ചപ്പോൾ അനിയൻ ചോദിക്കുന്നു, അണ്ണാ അറിഞ്ഞോ, സംഭവം അറിഞ്ഞോ? എന്താടാ? ആ പെണ്ണുണ്ടല്ലോ. ഏത് പെണ്ണ്? നമ്മൾ അവിടെ താമസിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ പാലും കൊണ്ടുവന്നൊരു പെണ്ണില്ലേ, ഐഷ. ആ ഐഷ 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 അവളെവിടെ? അവളിപ്പോ വലിയ പണക്കാരന്റെ ഭാര്യയായിട്ട് സുഖിച്ചങ്ങനെ കഴിയല്ലേ? അല്ല, പിന്നെ അവളെ പോലീസുകാർ കൊണ്ടുപോയി. എന്തിന്? നല്ല കാര്യമായി. അവളെ സ്വന്തം കുഞ്ഞിന്റെ കഴുത്ത് ഞെരിച്ചു കൊന്നുകളഞ്ഞു. ആര് പറഞ്ഞു? എല്ലാരും പറയുന്നു. ആ പോലീസുകാർ പറയുന്നു. ആ എല്ലാരും പറയുന്നു, പോലീസുകാർ പറയുന്നു. എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല. പേരൊന്നുകൂടെ പറയാൻ പറഞ്ഞാൽ പിണങ്ങിപ്പോകുന്ന പെണ്ണ്, അവൾ ധരിച്ചിരിക്കുന്ന ആ വേഷം മോശം എന്ന് പറഞ്ഞാൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പിണങ്ങിപ്പോകുന്ന പെണ്ണ്, അവിടെ സ്വന്തം കുഞ്ഞിന്റെ ചേതന മാന്തി കീറി കൊന്നു കളഞ്ഞു എന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാനാവില്ല. ആ ഈശയുടെ കഥ കേൾക്കണോ നിങ്ങൾക്കെന്റെ സ്നേഹിതന്മാരെ? ഞാനും നിങ്ങളും ഞെട്ടിപ്പോയി. നിക്കാഹു കഴിഞ്ഞവൾ പട്ടണത്തിലെ വീട്ടിൽ മുക്കാലും കരണ്ട ആ
മാതിരി ജീവിച്ച നാൾ. വിടനാം ഭർത്താവിന്റെ മാംസദാഹത്തിൽ കത്തി പടരും വികാരങ്ങൾ അവളെ കശക്കവേ. 4 വർഷങ്ങൾക്കുള്ളിൽ ചതഞ്ഞ കൊന്തായി തീർന്നു ശാലീന ലളിതമാ സൗന്ദര്യ സാക്ഷാത്കാരം. 4 വർഷങ്ങൾക്കുള്ളിൽ ചതഞ്ഞ കൊന്തായി തീർന്നു ശാലീന ലളിതമാ സൗന്ദര്യ സാക്ഷാത്കാരം, സൗന്ദര്യ സാക്ഷാത്കാരം. അവളുടെ ഭർത്താവ് ഒരു വിടനാണ്. അയാളെ എത്ര കല്യാണം കഴിച്ചു എന്ന് അയാൾക്ക് തന്നെ നിശ്ചയമില്ല. അയാളൊരു വലിയ മദ്യപാനിയാണ്. അയാൾക്ക് വലിയ കമ്പനിയുണ്ട്. ആയിഷ എത്രാമത്തെ ഭാര്യയാണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് അയാൾക്ക് മറുപടി പറയാൻ പറ്റില്ല. ഇത്തിരി ആലോചിക്കാൻ പറയാനൊക്കില്ല. മദ്യപിച്ച് ലക്ക് കെട്ട് പല വൃത്തികെട്ട സ്ഥലങ്ങളിലും ചുറ്റിക്കറങ്ങി അർദ്ധരാത്രിക്കാണ് വീട്ടിൽ കയറി വരാറുള്ളത്. 16 വയസ്സുള്ള ആയിഷയെ കണ്ടാൽ സുഹൃത്തുക്കളെ നിങ്ങൾ പറയും അവൾക്ക് 61 ചില്ലുവാനും വയസ്സുണ്ട്. അകാല വാർദ്ധക്യം അവളെ ആക്രമിച്ചിരിക്കുന്നു ഈ മനുഷ്യനുമൊത്തുള്ള ദാമ്പത്യ ജീവിതത്തിനിടയിൽ. 64 വയസ്സുകാരനായ ഭർത്താവ് അകലെ നിന്ന് വിളിക്കും. അർദ്ധരാത്രിക്ക് ആ ഗേറ്റ് വന്ന് വിളിക്കും, ആയിഷ. അത് കേൾക്കുമ്പോൾ അവൾ അകത്ത് പിടച്ചിരിക്കുകയാണ്. വിളക്കൊളുത്തി വാതിൽ തുറന്നു. അയാൾ കയറി വന്നു. അയാൾ അവിടെ മുഖം തൂറ്റു നോക്കി നിൽക്കുന്നു. ആയിഷ, നീ ആരെ കാത്തിരുന്നു? ഈ അർദ്ധരാത്രിക്ക് ആരെ കാത്തിരുന്ന് വിളക്കും വെച്ചു? നമ്മളെയോ കൊന്നുകളയും തന്നെ. അയാൾക്ക് സംശയം. ചെറുപ്പക്കാരിയായ ഭാര്യയുടെ പേരിൽ വൃദ്ധനായ ഭർത്താവിന് സംശയം. അടുത്തൊരു ദിവസം അയാൾ വന്ന് വിളിച്ചു, ആയിഷ. അവൾ വിളക്ക് കൊളുത്തിയില്ല. വാതിൽ തുറന്നു. അയാൾ ടോർച്ചടിച്ചു. മുറിക്കുള്ളിലൊക്കെ ടോർച്ചടിച്ച് നോക്കുന്നു. സംശയം വെച്ച് ടോർച്ചടിച്ച് നോക്കുന്നു. മുറിക്കുള്ളിലും മുറ്റത്തും പുരിയിടത്തിലും ഒക്കെ ടോർച്ചടിക്കുന്നു. ആയിഷ, ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങി ഓടിയ ആരാണ്? പറയടി, ഇവിടുന്ന് ഇറങ്ങി ഓടിയ ആരാണെന്ന് പറയാൻ. ഇറങ്ങി ഓടിയോ? ആര്? അയാൾ അവളെ കഴുത്തിന് കുത്തിപ്പിടിച്ചു. കൊന്നുകളയുന്നില്ല ഞാൻ. നിന്റെ മടി ചൊല്ലി ഞാൻ പെണ്ണേ, നിന്റെ മടി ചൊല്ലി ഞാൻ പെണ്ണേ, നിന്റെ മടി ചൊല്ലി ഞാൻ പെണ്ണേ. നീ എന്നെ കെട്ടിയോളല്ല, ഞാൻ നിന്നെ കെട്ടിയവനല്ല. അവൾ കാല് പിടിച്ചു കരഞ്ഞു. എന്നെ മഴ ചൊല്ലരുത്, എനിക്ക് മറ്റാരുമില്ല, നിങ്ങളെല്ലാം മറ്റാരുമില്ല. ബാപ്പ ഇവിടെ വരാൻ സമ്മതിച്ചിട്ടുണ്ടോ? 4 കൊല്ലമായില്ലേ ബാപ്പയെ കണ്ടിട്ട്. ഞാൻ ചെന്ന് ബാപ്പയെ കാണാൻ നിങ്ങൾ എന്നെ വിട്ടിട്ടുണ്ടോ? എന്നെ മഴ ചൊല്ലരുത്. അവൾ കാല് പിടിച്ചു കരഞ്ഞു. അയാൾ കാല് മടക്കി ഒറ്റ അടി വെച്ചു. വീണ്ടും അവളെ കാല് കെട്ടിപ്പിടിച്ചു കരഞ്ഞു. എന്നെ മഴ ചൊല്ലരുത്. അയാൾ മടിയിൽ നിന്ന് ഒരു കത്തി വലിച്ചെടുത്തു, കടിച്ചു നിവർത്തി. നിന്നെ മഴ ചൊല്ലി ഞാൻ പെണ്ണേ. അവളിറങ്ങി ഓടി. അയാളെ കത്തി വലിച്ചൊരു ഏറ് വെച്ചു കൊടുത്തു. അത് ഭിത്തിയിലടിച്ചു വീണു. അതുകൊണ്ട് ആയിഷയുടെ കഥ തുടരുന്നു. ഇല്ലെങ്കിൽ അത് അവിടെ അവസാനിക്കുമായിരുന്നു. അടിയിൽ കനം തൂങ്ങും വയറും താങ്ങിക്കൊണ്ട് നടന്നു കൈയും വീശി പാവമാമ പെൺകുട്ടി എന്നേക്കുമായി ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ടവൾ പോകുമ്പോൾ അവൾ ഒറ്റയ്ക്കല്ല. അടിയിൽ കനം തൂങ്ങും വയറും താങ്ങിക്കൊണ്ട് നടന്നു കൈയും വീശി പാവമാമ പെൺകുട്ടി. അവൾ ആദ്യം പോയത് വീട്ടിലേക്കല്ല. ബാപ്പ ഇപ്പൊ വീട്ടിൽ കാണില്ല, ഇറച്ചിക്കടയിലായിരിക്കും. അവൾ അങ്ങോട്ട് ചെന്നു. പക്ഷെ അവിടെ ആ കട കാണാനില്ല. കട നിന്നിടത്ത് വലിയ കെട്ടം ഉയർന്നിരിക്കുന്നു. എന്റെ ബാപ്പാടെ കടയാരാ പൊളിച്ചു കളഞ്ഞേ? ബാപ്പാടെ കട പോടി. അവൾ നേരെ വീട്ടിലേക്ക് ഓടി. ആ വളവ് തിരിഞ്ഞ് ചെല്ലുമ്പോ കാണാവുന്നതാണ് വീട്. പക്ഷെ ചെന്നപ്പോ ആ വീടും അവിടെ കാണാനില്ല. വീട് നിന്നിടത്ത് വലിയ മേള ഉയർന്നിരിക്കുന്നു. അതിന്റെ ഗേറ്റിൽ ഒരുത്തം നിൽക്കുന്നു, ബാണറ്റ് ഘടിപ്പിച്ച് നോക്കുമായിട്ട്. ചെങ്കണ്ണുകാരൻ, ഒരു കൊമ്പൻ മീശക്കാരൻ. ഞങ്ങളുടെ വീട് ആരാ പൊളിച്ചു കളഞ്ഞേ? എന്റെ ബാപ്പ എവിടെ? വീട് ബാപ്പ ഭ്രാന്തി. തെരുവിലേക്കൊരു ജീവിതം അറിയപ്പെട്ടിരിക്കുന്നു. വീടും കൂടുമില്ല, ബാപ്പയില്ല, കെട്ടിയവനില്ല. അവൾ ഗർഭിണിയാണ്, മൊഴിചൊല്ലപ്പെട്ടവളാണ്, യുവതിയാണ്, സുന്ദരിയാണ്.
ഈ വിധത്തിലൊരു പെൺകുട്ടി തെരുവിലേക്ക് എറിയപ്പെട്ടാൽ അവർക്ക് ആ തെരുവിൽ ലഭിക്കുന്ന സ്വീകരണം നമുക്കൊക്കെ ഊഹിക്കാവുന്ന സ്വീകരണമാണ്. ആ തെരുവിലൊക്കെ ചില പ്രമാണിമാരുണ്ട്. ചുളവും കുത്തി വരമീശയും വെച്ചുകളെ നടക്കുന്ന ചുമ്മാ പ്രമാണിമാർ. ചുളവും കുത്തി വരമീശയും വെച്ചു നീളെ നടക്കുന്ന ചുമ്മാ പ്രമാണിമാർ. അവരെ ചിലരൊക്കെ അവളെ കണ്ടപ്പോൾ അവിടെ നേരെ നാണയത്തുട്ടുകൾ തെറിപ്പിക്കുന്നു. ചിലർക്കൊക്കെ തൊണ്ടയ്ക്കൊരു അസുഖം. അതിന് അർത്ഥമുണ്ട്. അതിനുണ്ട് അർത്ഥം. അവൾ ഓടി രക്ഷപ്പെടുന്നു. ചിലർക്ക് 10 രൂപ നോട്ടെടുത്ത് അവളെ നേരെ വീശി കാണിക്കുന്നു. ആപത്തിന്റെ തീനാളങ്ങൾ പിന്നാലെ അവൾ ഓടി മറയുന്നു. എങ്കിലും പരിചയമുള്ള മുഖം കാണുമ്പോൾ അവൾ തിരിഞ്ഞു നിൽക്കും. ബാപ്പയെ കണ്ടോ? അദ്രമാനെ നിങ്ങൾ അറിയില്ലേ? ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. എല്ലാവരും കൈമലർത്തിക്കൊണ്ട് പോകുന്നു. എല്ലാവർക്കും ധൃതിയാണ്. ഒരു തള്ള തിരിഞ്ഞു ചോദിച്ചു, പെണ്ണേ നീ ഏതാ? നിന്നെ ഞാൻ കണ്ടിട്ടുള്ളത് പോലെ. നീ ഏതാ പെണ്ണേ? ബാപ്പയെ കണ്ടോ? അദ്രമാനെ നിങ്ങൾ കണ്ടോ? പെണ്ണേ നീ ഐഷയല്ലേ? അദ്രമാന്റെ മകൾ ഐഷയല്ലേ? നീ എവിടുന്ന് വരുന്നിപ്പോ? നീ ഒരു വലിയ പണക്കാരന്റെ ഭാര്യയായിട്ട് കഴിഞ്ഞല്ലേ? നീ ഇപ്പൊ എവിടുന്ന് വരുന്നു? എവിടെ തന്നെ കെട്ടിയവൻ? എവിടെ? അല്ല, നീ ഗർഭിണിയാണല്ലോ പെണ്ണേ. നീ എവിടുന്ന് വരുന്നിപ്പോൾ? കെട്ടിയവൻ എന്നെ മൊഴിയല്ലയോ? ആ കാലം നിന്നെ മൊഴിയല്ലയോ? എന്റെ ബാപ്പ എവിടെ? പറയൂ പെണ്ണെ. നീ ഒന്നും അറിഞ്ഞില്ലേ? നിന്നെ കെട്ടിയൊന്നും പറഞ്ഞു തന്നില്ലേ? പെണ്ണെ നിന്റെ ബാപ്പ ഇറച്ചിക്കത്ത് കച്ചവടത്തിൽ നിൽക്കുമ്പോഴേ ഒരുത്തരം കൊണ്ട് ചെന്നു. ഒരു ഹിന്ദു ചെന്ന് നിന്റെ ബാപ്പയോട് ചോദിക്കാണ്, അദ്രമാനെ പന്നിയിറച്ചി വിൽക്കാനുണ്ടോടാ? പന്നിയിറച്ചി വിടുവോ നിന്റെ ബാപ്പ? നിന്റെ ബാപ്പ ചാടി വീണു. അവര് തമ്മിലടിച്ചു. നിന്റെ ബാപ്പ നിലത്ത് വീണു. അവിടുന്ന് പെട്ടെന്നീട്ട് നിന്റെ ബാപ്പ കത്തിയായിട്ട് ആ വെട്ടുകത്തി കശാപ്പ് കത്തിയാണ് ചാടി വീണു. അദ്രമാനെതിർ നിന്ന ഹിന്ദുവിന്മാരിൽ കൊലക്കത്തി പായിച്ചു. കള്ള കാഫർ. എന്നിട്ട് അദ്രമാൻ അരിശം തന്നില്ല. ആ ശവത്തിന്റെ ആഞ്ഞാഞ്ഞ് വെട്ടി. കള്ള കാഫർ. പെണ്ണേ നിന്റെ ബാപ്പയുടെ കയ്യിൽ വിലങ്ങ് വീണു. നിന്റെ ബാപ്പയെ കൊണ്ടുപോയി ജയിലിൽ കിടക്കാ. സെൻട്രൽ ജയിലിൽ 12 കൊല്ലം കഴിഞ്ഞേ വരൂ. കരയാതെ മോളെ, വാ നീ എന്റെ കൂടെ പോരെ. എന്റെ വീട്ടിൽ താമസിക്കാം. പ്രസവം കഴിഞ്ഞ് പോയാ മതി. എവിടെയും പിന്നെ പോയാ മതി. വരൂ. ഈ തെരുവിൽ തെണ്ടി നടക്കരുത്. ഇവിടെ എന്തൊക്കെയാ നടക്കുന്നറിഞ്ഞോ? ആലണയ്ക്കൊരു നല്ല കുഞ്ഞിന് നാണി വിറ്റതാണിന്നലെ. ആലണയ്ക്കൊരു നല്ല കുഞ്ഞിന് നാണി വിറ്റതാണിന്നലെ. ആറണയ്ക്ക് നീ നിന്റെ കുഞ്ഞിന് ആരു വാങ്ങും ഈ ചന്തയിൽ. ആറണയ്ക്ക് നീ നിന്റെ കുഞ്ഞിന് ആരു വാങ്ങും ഈ ചന്തയിൽ. ആലണയ്ക്കൊരു നല്ല കുഞ്ഞിന് നാണി വിറ്റതാണിന്നലെ. വരൂ മോളെ. അവൾക്കൊരാശ്വാസമായിട്ട് തോന്നി. പക്ഷേ അവൾ ചെന്ന് കയറിയ വീട് അവൾ വിചാരിക്കുന്ന പോലെ ഒരാശ്വാസ കേന്ദ്രമായിരുന്നില്ല. ആ തള്ളയുടെ പണി ഇതാ. അവൾ തെരുവി തെണ്ടി നടക്കുന്ന ഇത്തരം നിരാലംബ ജീവികളെ കൊണ്ടുപോയി ആഹാരം കൊടുത്തു, കുളിപ്പിച്ച്, നല്ല വസ്ത്രം കൊടുത്ത്, അണിയിച്ചൊരുക്കി സന്ധ്യയാവുമ്പോൾ തെരുവിലേക്ക് പറഞ്ഞു വിടും. ഇത്തരം പല പെൺകുട്ടികളും ആ വീട്ടിലുണ്ടായിരുന്നു. അവർ മൊത്തം തെരുവിലേക്ക് പോകേണ്ടി വന്നു. തെരുവിൽ ചെന്നപ്പോൾ അവൾക്കൊരു ജോലി കിട്ടി. അവൾ ഇഷ്ടപ്പെടാത്തൊരു ജോലി. തെരുവിൽ കണ്ടിക്കാതെ പച്ചമാംസങ്ങൾ വിൽക്കും തെരുവിൽ പുതിയൊരു മെമ്പറും കൂടി ചേർന്നു. കടത്തിണ്ണയിൽ ജീവിതം വിൽക്കപ്പെടുന്നു. കൂട്ടുകാരികൾ, തെരുവിലെ വേശ്യകൾ അവളോട് പറയും, ഐഷ നിന്റെ അടുത്ത് ആരും വരുന്നില്ലോടി, പോയി പെറടി പെണ്ണെ 10 കാശിന്റെ വക കിട്ടാൻ. പോയി പെറടി പെണ്ണെ 10 കാശിന്റെ വക കിട്ടാൻ. കൂട്ടുകാരികളുടെ തമാശയാണ്. അവൾക്കിനി ആ ക്രൂര വിനോദം സഹിക്കാൻ മേല. അവൾക്ക് സഹിക്കാൻ വയ്യാത്ത പ്രാണവേദന. പ്രസവിക്കാൻ 1 മണിക്കൂർ മാത്രം ശേഷിക്കുന്ന വയറുമായിട്ട് അവളിതാ ധർമാശുപത്രിയെ ലക്ഷ്യമാക്കി നടന്നു. ആശുപത്രിയിൽ എത്തും മുമ്പ് അങ്ങ് ദൂരെ നിന്ന് ആ മഴ ആർത്തിരമ്പി പെയ്തു വരുന്നു. ഘോരമാരി ആർത്തിരമ്പി പെയ്യുന്നു. ഇടിയും മിന്നലും തകർക്കുന്നു. അവളെ കടത്തിണ്ണി വലിഞ്ഞു കയറി. കടത്തിണ്ണി കിടന്നവൾ ഞെളിവിരിക്കൊള്ളുന്നു. അവൾക്ക് ഉച്ചത്തിൽ അത്യുച്ചത്തിൽ വാവിട്ട് കയറണം തോന്നുന്നു. അത്തക്ക് വേദന അവൾ സഹിക്കുന്നു. പ്രസവവേദന, പ്രാണവേദന.
പക്ഷേ കരഞ്ഞീലത്യുച്ചത്തിൽ. ആരാനും കേട്ടെങ്കിലോ ഞരങ്ങി തേങ്ങി പാവം പ്രാണവേദന മൂലം. കഴിയും സഹിക്കുവാൻ മറ്റെന്തും പ്രസവത്തിൻ കടുയാതന പോലെ തീക്ഷ്ണമായി മറ്റില്ലൊന്നും. ഒടുവിൽ താനേ മിഴികുമ്പിപ്പോയി സ്വബോധത്തിൻ പിടിവിട്ടെങ്ങോ തെറിച്ചിരുളിൽ താണു ചിത്തം. സർവവും ശൂന്യം, വെറും വിജനം, തമോമയം. ദുർവിധേ നിശിതമാം നിന്നിച്ഛ നടക്കട്ടെ. മഴയൊട്ട് ശമിച്ചു. രാക്കിളിമരപ്പൊത്തിൽ ചിലച്ചു. ഞെട്ടിപ്പിടഞ്ഞാത്ത സംഭ്രമം പണിപ്പെട്ടവൾ എഴുന്നേറ്റു. അവൾ വലിഞ്ഞെഴുന്നേറ്റിരിക്കുമ്പോൾ വന്നലയ്ക്കുന്നു കാതിൽ പിഞ്ചുരോദനമൊന്നിൻ കുഞ്ഞല. അവൾക്കതാ കുളിർകോരുന്നു മെയ്യിൽ, കുളിർകോരുന്നു മെയ്യിൽ. അവളും മാതാവായി ലോകത്തിൻ പുരോഗതിക്ക് അവളും താങ്ങായി. പക്ഷേ നന്ദി കാട്ടുമോ ലോകം, നന്ദി കാട്ടുമോ ലോകം. കുഞ്ഞിനെ വാരിക്കോരിയെടുത്ത് മാറിൽ ചേർത്ത് നെഞ്ഞിടിപ്പോടെ ചാരിയിരുന്നു. ഒരു പട്ടിയെപ്പോലെ കുനിഞ്ഞു ചെന്നവൾ ആ കുഞ്ഞിന്റെ പൊക്കിൾ കൊടി കടിച്ചു മുറിച്ചു. മുണ്ട് വലിച്ചു കീറി അതിന്റെ അറ്റം കെട്ടി. അവളെ കുഞ്ഞിന് മുല കൊടുക്കുന്നു. കുട്ടി കരയാൻ അവളെ അനുവദിക്കുന്നില്ല. ആരോ ഓടി വരുന്നല്ലോ. വന്നവൻ അവളെ പൊതിഞ്ഞു കഴിഞ്ഞു. ഐഷാ, എടി പെണ്ണേ, നീ ആശുപത്രി പോയില്ലയോ? ഞങ്ങൾ അവിടെ ചെന്നടി. ഐഷയുടെ കൂട്ടുകാരികൾ, ആ നീ പ്രസവിച്ചു ആൺകുട്ടി, ഇന്ന് തരൂ, നല്ല കുഞ്ഞ്, ഇന്ന് തരൂ. ഒരുത്തി ആ കുട്ടിയെ പിടിച്ചു മേടിച്ചു. ഈ തക്കത്തിന് മറ്റൊരുത്തി അവിടെ കഴുത്തിൽ കുത്തി പിടിച്ചു റോഡിലേക്ക് ഒരു തള്ളു വെച്ചു. അവൾ ഓടയിൽ പോയി വീണു. തലയടിച്ചു വീണു. തല പൊട്ടി ചോര ഒഴുകുന്നു. അവൾ ആദ്യം ഒന്ന് പിടഞ്ഞു, പിന്നെ അനക്കമില്ല. അവളുടെ തലപൊട്ടി ഒഴുകുന്ന രക്തം ഓടവെള്ളത്തിൽ അലിഞ്ഞലിഞ്ഞൊഴുകിപ്പോകുന്നു. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സ്ത്രീ, തെരുവിലെ വേശ്യ, ഒരു കുറ്റിക്കാട്ടിൽ ഒരു മരച്ചുവട്ടിൽ ചെന്ന് നിൽക്കുന്നു. ആ കുട്ടിയെ അവൾ താഴെ വെച്ചു. ഭയം ചിതർന്ന കണ്ണുകളോടെ പരിസരങ്ങൾ വീക്ഷിച്ചു. അവൾ ആ കുഞ്ഞിന്റെ അടുത്തിരുന്നു. അവളുടെ വിറയ്ക്കുന്ന കൈകൾ ആ കൊച്ചു കുഞ്ഞിന്റെ പിഞ്ച് പിടലിക്ക് നേരെ അടുക്കുന്നു. ആ കുഞ്ഞിക്കടുത്തവൾ കണ്ണടച്ചും കൊണ്ടതാ ഞെക്കുന്നു, ഞെക്കുന്നു. ഞരങ്ങായിക പിടക്കായികളം കുഞ്ഞേ. ഞൊടി നേരത്തേക്കുള്ള വേദന മാത്രം തീർന്നു. പിടയിൽ ഇനി നീ നിന്റെ സർവാംഗം മരവിച്ചു. ആ സ്ത്രീയെ കുഞ്ഞിന് രണ്ടു കാലിലും ചേർത്ത് പിടിച്ച് തലകീഴാട്ട് ഉയർത്തിയെടുത്ത് അകലെ പൊന്തക്കാട്ടിലെറിഞ്ഞു കൊടുന്നേ. അത്യഗാധമായൊരു കുഴിയിലേക്ക് ആ ശവശരീരം ഉരുണ്ടുരുണ്ടു പോകുന്നു. അതിനേക്കാൾ വേഗത്തിൽ അവൾ അവിടെ ഓടി മറഞ്ഞു. ആ ശവശരീരം കാട്ടുപൊന്തയിൽ എവിടെയോ മറഞ്ഞു. ഒരു തുള്ളി കണ്ണുനീർ ആ മുഖത്തിൽ ഉദകക്രിയയ്ക്കായി വീണതില്ല. ഒരു ദീനരോദനം പോലും അപ്പോൾ അവനന്ത്യയാത്ര പറഞ്ഞതില്ല, അവനന്ത്യയാത്ര പറഞ്ഞതില്ല. ആ ശവശരീരമാണ് ഞങ്ങൾ കോളേജ് കുമാരന്മാർ 4 കൂടിയ ജംഗ്ഷനിൽ കണ്ടത്. ആയിഷ ലോക്കപ്പിലാണ്. കാര്യം ആ ശവശരീരത്തെ തുടർന്നുള്ള അന്വേഷണം ചെന്ന് കലാശിച്ചത് അവൾ കുട്ടിയെ കൊന്നു എന്ന നിഗമനത്തിലാണ്. ആയിഷ ലോക്കപ്പിലാണ്. എന്റെ അനുജൻ പറഞ്ഞത് സത്യമാണ്. അവൾ ജയിലിൽ കിടക്കുന്നു. നാം കണ്ടു കുഞ്ഞിനെ കൊന്നത് ആരാണെന്ന്. അവൾ ജയിലിൽ കിടക്കുന്നു. കിടക്കാം. അവൾ ജയിലിൽ ചെന്നപ്പോൾ മുതൽ ജയിലഴികൾക്കൊരു സൂക്കേട്. അർദ്ധരാത്രി ആകുമ്പോൾ ജയിലഴികൾ അവിടെ നേരെ തുറന്നു ചെല്ലുന്നു. അവൾ ഇറങ്ങി ഓടാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ബലിഷ്ഠ കരങ്ങൾ ആ ജയിലഴികൾ പിടിച്ചടയ്ക്കുന്നു. ബൂട്ട്സിട്ട കാലടികൾ മണൽത്തരികൾ ചവിട്ടി അരച്ചുകൊണ്ട് അവളെ സമീപിക്കുന്നു. അവൾ ചെറുത്തു നിൽക്കുന്നു. അവൾ പ്രതിഷേധിക്കുന്നു. പക്ഷെ അവൾ അനുസരിച്ചു പോകുന്നു. അവൾ വഴങ്ങിപ്പോകുന്നു. അവൾ പരാജയപ്പെട്ടു പോയി. അവളെല്ലാം എല്ലാം എല്ലാം സഹിക്കുന്നു. പരീക്ഷീണയായി ആ സെല്ലിന്റെ കോണിൽ വീണ് കിടക്കുന്ന അവൾ കണ്ടിട്ടുണ്ട്. പ്രഭാത നക്ഷത്രങ്ങൾ ഇതൊന്നും കാണുവാൻ കരുത്തില്ലാതെ മിന്നി മാഞ്ഞു പോകുന്നത് ആ ജയിലടികൾക്കിടയിലൂടെ ഐഷ കണ്ടിട്ടുണ്ട്. 8 മാസത്തെ ശിക്ഷ.
8 മാസത്തെ ജയിൽ ജീവിതം അതൊരു യാതനയായിരുന്നു. 8 മാസം തികഞ്ഞ ഒരു ദിവസം രാവിലെ ഒരു വാർഡർ ചെന്ന് ജയിലടി തുറന്നിട്ട് വിളിക്കുന്നു, ഡി നായേ ഇറങ്ങിപ്പോടി, പോ, നിന്റെ ശിക്ഷ തീർന്നു. യമാൻ്റെ മുമ്പിൽ ചെന്നൊരു ഒപ്പിട്ടിട്ട് ഇറങ്ങിപ്പോയിക്കോ. അവൾ തെരുവിലിറങ്ങി വരുമ്പോൾ അവളെ സ്വീകരിക്കാൻ ആളുണ്ടായിരുന്നു. ഐഷാ, എടീ പൊന്നു കൂട്ടുകാരി, നീ എപ്പോഴാണ് ഈ ജയിലിൽ നിന്ന് ഇറങ്ങിയത്? ഓ പാവം, അല്ലാതെ ക്ഷീണിച്ചു പോയി. എന്താ കരയുന്നത്? അവന്മാർ നിന്നെ വല്ലതും ചെയ്തോ? എന്താടി കരയുന്നത്? വാ, നീ ഒരു ജോലിയും ചെയ്യണ്ട, ആ കടത്തിണ്ണയിൽ ഇരുന്നാ മതി, ഞങ്ങൾ നിനക്ക് ചോറ് തരാം. വാ, വിട്, എൻ്റെ കയ്യിൽ നിന്ന് വിട്, ഞാൻ നിങ്ങളുടെ കൂടെ വരില്ല. എന്താണ് ഐഷ, നീ എന്തിനാണ് ഞങ്ങളോട് കരയ്ക്കുന്നത്? ഞങ്ങളെന്ത് ചെയ്യണി? ഞാൻ നിങ്ങളുടെ കൂടെ വരില്ല. എന്താ? നിങ്ങളെന്നെ സൂക്ഷിച്ചു നോക്ക്, എൻ്റെ പള്ളയ്ക്ക് സൂക്ഷിച്ചു നോക്കിയിട്ട് ചോദിക്ക് എന്താ എന്ന്. ഐഷ ബ്ലൗസിന്റെ അടിവശം മെല്ലെ ഉയർത്തി കാട്ടിക്കൊടുത്തു. ആ സ്ത്രീകൾ അവിടെ പള്ളയ്ക്ക് നോക്കി വാവളിച്ചു നിന്നുപോയി. ഐഷ, ഇതെന്താടി ഇതെന്താ പെണ്ണേ? പോയി പെറടി പെണ്ണേ, 10 കാശിന്റെ വക കിട്ടാൻ. പോ. അവൾ ജയിലിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഇനിയും പൊന്തക്കാട്ടിലെറിയാൻ ഒരു കൊച്ചുകനിയാ ജഠരത്തിൽ രൂപം കൊണ്ടിരുന്നത്രേ. വേലി തന്നെ വിളവ് തന്നുകയായിരുന്നു. അവൾ ഗർഭിണിയായിട്ട് ഇറങ്ങി വന്നിരിക്കുന്നു. ഞാനിനി പ്രസവിക്കും, കൊല്ലുകില്ല കുഞ്ഞിനെ. ആ കുഞ്ഞിനെ കൊല്ലാൻ നിങ്ങൾക്ക് തരില്ല. പിന്നെന്ത് ചെയ്യാൻ പോകുന്നു? തെണ്ടിയായിട്ട് വളർത്താൻ പോകുന്നു? അല്ല, പിന്നെ കാണണം എനിക്കത് വളരുന്നത് നാളെ. എന്തിനാടി? എന്നെ ഈ തെരുവിന്റെ മൂലയിൽ എറിഞ്ഞവർക്കൊന്നിനും എൻ കുഞ്ഞെന്ന് മാപ്പ് നൽകുകയില്ല. എൻ കുഞ്ഞെന്ന് മാപ്പ് നൽകുകയില്ല. 12ാമത്തെ വയസ്സിൽ കെട്ടിച്ചയച്ചപ്പോ ഇവിടുത്തെ സദാചാരത്തിന്റെ താക്കോലുകാരെങ്കിലും പറഞ്ഞോ? അരുത്, ഈ വൃദ്ധന്റെ കൂടെ അവളെ പറഞ്ഞു വിടരുത്. കല്യാണപ്രായമാവാത്ത പെണ്ണിനെ പറഞ്ഞു വിടരുത്. 16ാമത്തെ വയസ്സിൽ അവൻ എന്നെ മൊഴിജില് വിട്ടപ്പോ ദൈവത്തിന്റെ താക്കോലുകാരെങ്കിലും പറഞ്ഞോ? അരുത്, അവളെ ഉപേക്ഷിക്കരുത്, മൊഴിചൊല്ലരുത്. ആരും പറഞ്ഞില്ല. ഇപ്പോഴിതാ കടിച്ചൂറിയിട്ട് വലിച്ചെറിഞ്ഞ കരിമ്പിൻ ചണ്ടി കണക്ക് എന്നെ ജയിലിൽ നിന്ന് തെരുവിലേക്ക് എറിഞ്ഞിരിക്കുന്നു. ആ പോലീസുകാരനെ പിരിച്ചുവിടാൻ ഒരു മന്ത്രിക്കെങ്കിലും ധൈര്യം തോന്നിയോ? ഇവനെ എല്ലാം നിരത്തി നിർത്തി കണക്ക് പറയുന്ന ഒരു ചുണക്കുട്ടനെ വളർത്തിയെടുക്കാൻ വേണ്ടി ഞാനിനി പ്രസവിക്കും, കൊല്ലുകില്ല കുഞ്ഞിനെ. എന്നെ ഈ തെരുവിന്റെ മൂലയിൽ എറിഞ്ഞവർക്കൊന്നിനും എൻ കുഞ്ഞെന്ന് മാപ്പ് നൽകുകയില്ല. ഐഷ ചെന്നിനുള്ളിൽ മറഞ്ഞു. കൂട്ടുകാരികൾ താടിക്ക് കൈയും കൊടുത്ത് മുഖത്തോട് മുഖം നോക്കി നിന്നു. നാഴികക്കല്ലിൽ നിന്ന് നാഴികക്കല്ലിൽ ചെന്ന് നാളുകൾ കാൽ വെച്ചെത്തി വത്സരങ്ങളിലോളം. നാഴികക്കല്ലിൽ നിന്ന് നാഴികക്കല്ലിൽ ചെന്ന് നാളുകൾ കാൽ വെച്ചെത്തി വത്സരങ്ങളിലോളം. വർഷം പിന്നെയും 4 കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ഇപ്പോഴും ആ പട്ടണത്തിൽ തന്നെ. എൻ്റെ കലാശാല വിദ്യാഭ്യാസം പൂർത്തിയായില്ല. നാളെ പരീക്ഷയാണ്, അവസാനത്തെ പരീക്ഷ. ഞാൻ ധൃതി പിടിച്ച് വായിക്കുകയാണ്. ഒരു ദിവസം പുലർച്ചയ്ക്ക് ആ വലിയ പട്ടണത്തിലെ എൻ്റെ ചെറിയ മുറി ഞാൻ വായിക്കുകയാണ്. ലൈഫ് ഈസ് എ ടെയിൽ ടോൾഡ് ബൈ ആൻ ഇഡിയറ്റ്, ഫുൾ ഓഫ് സൗണ്ട് ആൻഡ് ഫ്യൂരി, സിഗ്നിഫൈങ് നത്തിങ്. ജീവിതം ഒരു വിട്ടി പറഞ്ഞ കഥയാണ്. ശബ്ദായമാനവും അന്തസ്സാരശൂന്യവുമായ ഒരു വിട്ടി പറഞ്ഞ കഥയാണ് ജീവിതം. വിശ്വമഹാകവി വില്യം ഷേക്സ്പിയർ തൻ്റെ മാക്ബത്ത് എന്ന നാടകത്തിൽ മാക്ബത്ത് എന്ന നായകനെ കൊണ്ട് പറയിക്കുന്നു, ലൈഫ് ഈസ് എ ടെയിൽ ടോൾഡ് ബൈ ആൻ ഇഡിയറ്റ്, ഫുൾ ഓഫ് സൗണ്ട് ആൻഡ് ഫ്യൂരി, സിഗ്നിഫൈങ് നത്തിങ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നു സമയമെന്തായി. നേരം വെളുത്തില്ല കാത്തുനിൽ പൂശുക്കതാരം കിഴക്കിന്റെ പൂക്കുത്തി കത്തുവാൻ. നേരം വെളുത്തില്ല കാത്തുനിൽ പൂശുക്കതാരം കിഴക്കിന്റെ പൂക്കുത്തി കത്തുവാൻ. അല്ല, എന്റെ ഗേറ്റിലൊരു കരുനിഴൽ അതിങ്ങോട്ട് ഓടി വരുന്നു. എന്റെ ജാലകത്തിന് മുമ്പിൽ കരുനിഴൽ വന്നു നിന്നു. ആരാണത്? പെട്ടെന്ന് ആ രൂപം മുഖത്ത് കിടന്ന് മുണ്ടുമാറ്റി. അതാ ഒരു സ്ത്രീ, ഒരു യുവതി. അവൾ നിന്ന് കിതയ്ക്കുന്നു. അവിടെ കണ്ണുകൾ കത്തിജ്വലിക്കുന്ന പോലെ. നീ ആരാണ് നീ? ചേട്ടനോ? എനിക്ക് തന്നെ മനസ്സിലായില്ല. ആരാണെന്ന് പറയൂ. ചേട്ടാ, ഞാനാണ് ചേട്ടന്റെ പണ്ടത്തെ ആയിഷ. ഐഷ എവിടുന്ന് വരുന്നു? ചേട്ടാ പേടിക്കരുതേ, ഞാനവനെ കൊന്നു ചേട്ടാ. എന്റെ കൈ നോക്ക്, എന്റെ കൈ നിറയെ ചോര. പെട്ടെന്നൊരു പോലീസ് വാൻ ആ ഗേറ്റിൽ വന്നു നിന്നു. 4-5 പോലീസുകാർ വന്ന് അവളുടെ ചേലയ്ക്ക് കുത്തി പിടിച്ചു കൊടുന്ന് വലിച്ചോണ്ട് പോകുന്നു. അവളെ
ആ പോലീസുകാർ അവളെ വണ്ടിക്കകത്തേക്ക് വലിച്ചെറിഞ്ഞു. അവർ കൂടെ കയറി വണ്ടിയുടെ വാതിലടഞ്ഞു. ഇടിവണ്ടി എരുമ്പിപ്പാഞ്ഞുകൊണ്ട് പോകുന്നു. ഞാൻ മാക്ബത്ത് അടച്ചു. അടഞ്ഞ പുസ്തകത്തിലല്ല എൻ്റെ മനസ്സ്. ഐഷയുടെ നിലവിളി കേൾക്കാം. അവരവളെ മർദ്ദിക്കുന്നുണ്ടാവണം. ഞാൻ മുറ്റത്തങ്ങൾ നടക്കുകയാണ്. ലൈഫ് ഇസ് എ ടെയിൽ ടോൾഡ് ബൈ ആൻ ഇഡിയറ്റ്. മഹാകവി പറഞ്ഞ എത്ര വാസ്തവം. എൻ്റെ ഗേറ്റിൽ കുറേ ആളുകൾ നിൽക്കുന്നു. ഞാൻ അങ്ങോട്ട് ചെയ്യുന്നു. തൊഴിലാളികൾ, തൊട്ടടുത്ത ഫാക്ടറി പോകുന്നവർ, അവർ സംസാരിക്കുന്നു. ഐഷയുടെ കഥ വിസ്തരിച്ചു പറയുന്നു. 4 ആണ്ടുകൾക്കു മുമ്പ് ആ നഗരത്തിൻ്റെ മൂലയിൽ മുനിസിപ്പൽ ആഫീസു തിണ്ണയിൽ തൂണോട് തൂണ് ഉടുവസ്ത്രം മറകെട്ടി വീണു ഞരങ്ങി പ്രസവിച്ചിതായിഷ. ഞാനിനി പ്രസവിക്കും, കൊല്ലുകില്ല കുഞ്ഞിനെ, കാണണം എനിക്കത് വളരുന്നത് നാളെ. ആ പ്രതിജ്ഞയോട് കൂടി ചെന്ന് അവൾ പ്രസവിച്ചത് മുനിസിപ്പൽ ആഫീസിന്റെ തിണ്ണയിൽ. നീരാവിയിൽ നിന്നെടുത്ത പോൽ പൊള്ളുമച്ചോരക്കിടാവിനെ തോർത്തി തുളച്ചവൾ നെഞ്ഞത്തടുക്കി നടന്നു തെരുവിന്റെ നെഞ്ഞിൽ ചുവട്ടടി താണുപോ മാതിരി. ഹോട്ടലിന്റെ പിൻഭാഗത്ത് നാറും നെച്ചിക്കുണ്ടിൽ ആട്ടി ഓടിച്ചാൽ ഓടിമാറിയും വീണ്ടും വന്നും ഇലകൾ വടിച്ചു നിൽക്കുന്ന കുറെ പൗരന്മാരുണ്ട് അവിടെ. കുഷ്ഠവും വീളക്കണ്ണും, ഒരുത്തന്റെ കണ്ണ് പഴുത്തളിഞ്ഞിരിക്കുന്നു, ഒരുത്തന്റെ ദേഹമാസങ്ങളും പുഴുത്തളിഞ്ഞിരിക്കുന്നു. അങ്ങനെ കുറെ പാവങ്ങൾ. ആ തെണ്ടികൾ ഐഷയെ സൂക്ഷിച്ചു നോക്കി. എന്താ ചേച്ചി, എന്താ കരയുന്നത്? വിശപ്പുണ്ടോ? ഞങ്ങൾ ചോറ് കൊണ്ടുവരാം. കുപ്പയിൽ നിന്ന് പെറുക്കിയ ചോറൊരു കുമ്പിളിലാക്കിക്കൊണ്ട്, കുപ്പയിൽ നിന്ന് പെറുക്കിയ ചോറൊരു കുമ്പിളിലാക്കിക്കൊണ്ട്. ഇതാ ചേച്ചി. അവളെ കുഞ്ഞിനെ തുണി പൊതിഞ്ഞെടുത്തൊരു ഭാഗത്ത് വെച്ചു. ചോറ് വാരി കഴിച്ചോടുമ്പോൾ കുഞ്ഞ് കരഞ്ഞു. ഒരു ചെറുക്കൻ കുഷ്ഠം പിടിച്ച് വിരലില്ലാത്ത കൈമായിട്ട് ആ കുഞ്ഞിനെ എടുക്കാൻ ചെല്ലുന്നു. അരുത്, അരുത്, കുഞ്ഞിനെ തുടരുത്. ആദ്യമൊക്കെ അവൾ അങ്ങനെ തടഞ്ഞെങ്കിലും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ തെണ്ടികളാണ് തന്റെ യഥാർത്ഥ ബന്ധുക്കളെന്ന് മനസ്സിലായ സമയത്ത് മിണ്ടിയില്ല ആയിഷ. ആരോഗ്യതത്തരിൽ കണ്ടു മറ്റാരിലും കാണാത്ത സൗഹൃദം. മിണ്ടിയില്ല ആയിഷ. ആ തെണ്ടികളും ആയിഷയും കൂടി കുഞ്ഞിനെ വളർത്തി. കുട്ടിക്ക് വയസ്സ് 4 അവന്റെ പേര് കേൾക്കണ്ടേ? റഹീം. വെറും റഹീം, ഇൻഷലില്ല. ഇൻഷൽ അറിയണമെങ്കിൽ പോലീസ് സ്റ്റേഷൻ ചെല്ലണം. അയാളങ്ങനെ ട്രാൻസ്ഫറായി പോയെങ്കിലോ. വെറും റഹീം മിടുക്കനാണ്. അവൻ തെരുവിൽ തെണ്ടി നടക്കും. ആളെ കാണുമ്പോൾ സാർ 5 പൈസ, പോടാ 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 പോടാ. പക്ഷെ അവൻ പോവില്ല. 5 പൈസ, നിങ്ങൾ പൈസ കൊടുക്കും. അവൻ പലഹാരം മേടിച്ച് ഉമ്മയ്ക്ക് കൊണ്ട് കൊടുക്കും. അവനും തിന്നും. കരയാതുമ്മ. അവൻ ഉമ്മയുടെ കവിളിൽ നിന്ന് കണ്ണുന്ന് തുടയ്ക്കും. ഉമ്മയ്ക്ക് റഹീമുണ്ട്. ഒരു ദിവസം അവൻ തെണ്ടി കിടക്കുമ്പോൾ ഒരാൾ ചോദിച്ചു, നീ ഏതാടാ? 5-6 ദിവസമായിട്ട് ഇവിടെ ഉണ്ടല്ലോ, നീ ഏതാ? നമ്മൾ ആയിഷമ്മയുടെ പുന്നാരമോനാ. പെട്ടെന്ന് അയാൾ അവനെ ചായക്കട പുറകെ കൊണ്ടുവന്ന് പലഹാരം മേടിച്ച് പൊതിഞ്ഞു കെട്ടി കൊടുത്തിട്ട് പറഞ്ഞു, മാടയെ കൊണ്ട് കൊടുക്കും, മാടയെ കൊണ്ട് കൊടുക്കും. അവനത് മനസ്സിലായില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലായി. ആയിഷമ്മയുടെ പുന്നാരമോ എന്ന് പറഞ്ഞാൽ പലഹാരം മേടിച്ച് പൊതിഞ്ഞു കെട്ടി കൊടുക്കും. അന്ന് പോലും അവൻ്റെ പരിപാടി അതാണ്. ആളുകളെ കാണുമ്പോൾ ആയിഷ ഉമ്മാടെ പൊന്നുമോനാണ് ഞാൻ, ആയിഷ ഉമ്മാടെ പൊന്നുമോനാണ് ഞാൻ. സാർ സാർ, ആയിഷ ഉമ്മാടെ പൊന്നുമോനാണ് ഞാൻ, ആയിഷ ഉമ്മാടെ പൊന്നുമോനാണ് ഞാൻ. പക്ഷെ എങ്ങനെ തെണ്ടി നടന്നാൽ ഐഷ പ്രതിജ്ഞ എടുത്ത മാതിരി ഇവനെ വളർത്തിയെടുക്കാൻ കഴിയില്ല. ഇവനെ സ്കൂളിൽ അയക്കണം. അതിനുവേണ്ടി ഐഷ പിന്നെയും പണ്ടത്തെ നശിച്ച ജീവിതത്തിലേക്ക് മടങ്ങിപ്പോയി. കരപറ്റി നിന്നു വീണ്ടും കുണുങ്ങി തൻ കുളത്തിലേക്ക് അരയന്ന പീഡ പോലെ നടന്നുപോയി. ഇപ്പോഴാ പട്ടണത്തിൽ അവളെ അറിയാത്തവരാരുമില്ല. ആയിഷ ഉമ്മയെ കേൾക്കാത്തവരില്ല. പോയി വിശേഷം അറിയും എല്ലാവരും. സ്വന്തമായുണ്ടവൾക്ക് ഇന്നൊരു കെട്ടിടം ചന്തസ്ഥലത്തിനടുത്തൊരു മൂലയിൽ. അവൾ വെള്ളമെടുക്കാൻ പോകുമ്പോ ആ വീടെറുപ്പുകാര് ചെറുപ്പക്കാര് വട്ടം കൂടി ഇരുന്ന് അവളെക്കുറിച്ച് പാടും. കരിമീൻ മറിയണ മിഴിയാണ്, മനസ്സനെ കൊല്ലണ ചിരിയാണ്, മനസ്സിനെ കുരുക്കണ മുടിയാണ്, തലമുടിയിലെ പൂ എന്റെ കരളാണ്. കരിമീൻ അറിയണ മിഴിയാണ്, മനസ്സനെ കൊല്ലണ ചിരിയാണ്, മനസ്സിനെ കുരുക്കണ മുടിയാണ്, തലമുടിയിലെ പൂ എന്റെ കരളാണ്. കൊടവുമെടുത്തവൾ വരുന്നേരം പൈപ്പിന്റെ ടാപ്പില് പിടിക്കുമ്പം
ശരേന്നു വെള്ളം ചാടണ കണ്ടന്റെ കണ്ണിന്റെ ചാപ്പാരോ തുറക്കണം. കരിമീൻ അറിയണ മിഴിയാണ്, മനസ്സനെ കൊല്ലണ ചിരിയാണ്, മനസ്സിനെ കുരുക്കണ മുടിയാണ്, തലമുടിയിലപ്പൂ എന്റെ കരളാണ്. ആയിഷ ഉമ്മയെ കേൾക്കാത്തവരില്ല, പോയി വിശേഷം അറിയൂ എല്ലാവരും. ആ നഗരത്തിലെ മാംസവികാരങ്ങൾ ആണവിടത്തെ കലാപരിപാടികൾ. പക്ഷെ ആയിഷയ്ക്ക് മകനെ പേടിയാണ്. അതുകൊണ്ട് റഹീമിനെ നേരത്തെ അത്താഴം കൊടുത്ത് തട്ടിയുറക്കി മുറിക്കുള്ളിൽ ഓമനക്കുട്ടനെ ചുംബിച്ചിറങ്ങും പുറത്തവൾ. അങ്ങനെ ഒരു ദിവസം തെരുവിലേക്ക് ഇറങ്ങാൻ ചെല്ലുമ്പോൾ ഇതാ ഗേറ്റ് കടന്നൊരു തടിമാടം കയറി വരുന്നു. മദ്യോദിതമാം ലഹരിയിൽ തങ്ങളിൽ മത്സരിക്കുന്ന ഞരമ്പിൽ ഓരോന്നിലും ആടിക്കറങ്ങിക്കറങ്ങി ഇതാ ഒരു തടിമാടം കയറി വരുന്ന ആയിഷയ്ക്ക് ആളിന് മനസ്സിലായില്ല. അവളകത്തെ കോടി ടോർച്ചെടുത്തോണ്ട് വന്നു. 5 ബാറ്ററിയുള്ള ടോർച്ച്. അത് വെളിച്ചത്തിന് വേണ്ടി മാത്രമല്ല, അത് അവളുടെ ഒരു ആയുധം കൂടിയാണ്. അവൾ അയാളുടെ മുഖത്ത് ടോർച്ച് കളിച്ചു, അല്ലാഹു വിളിച്ചു. അവളുടെ കയ്യിൽ നിന്ന് ആ ടോർച്ച് ലൈറ്റ് താഴെ വീണുപോയി. തന്നെ നിക്കാഹ് കഴിച്ചവൻ, വർഷങ്ങൾ ഒന്നിച്ച് മൊഴിചൊല്ലി വിട്ടവൻ, ഒന്നിച്ചു ജീവിച്ചു മൊഴിചൊല്ലി വിട്ടവൻ, പഴയ ഭർത്താവ്. പക്ഷെ അയാൾക്ക് അറിഞ്ഞൂടെ ഇത് ഐഷയാണെന്ന്. അയാൾ അടുത്ത കള്ള് ഷാപ്പിൽ ഇങ്ങോട്ട് കയറി പോകുന്നതാണ്. അവൾ കരയുന്നത് കേട്ടപ്പോ അയാൾ ടോർച്ച് എടുത്ത് അവിടെ മുഖത്ത് തെളിയിച്ചു. നീ എന്തിനാണ് ഈ കരയുന്നത്? നിന്നെ നമ്മൾ ഉപദ്രവിക്കൊന്നുമില്ല, കരയാടി. നിന്നെ ഞാൻ എവിടെ വെച്ച കണ്ടിട്ടുണ്ട് കള്ളി, എവിടെ വെച്ച കണ്ടിട്ടുണ്ട്? പന്തളത്ത് വെച്ചാണോ കൊളനാടോ വെച്ചാ എവിടെ വെച്ചാ കണ്ടിട്ടുണ്ട്, കരയാടി. അവന്റെ മങ്ങിയ ഓർമ്മയിൽ ഇതാ ഒരു രൂപം തെളിഞ്ഞു വരുന്നു. അവസാനവും വിളിച്ചു, ആയിഷ ആയിഷ. കൊന്നായും 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 തന്നെ അവനെ ടോർച്ചിലേറ്റ് ഉയർത്തി അവിടെ തലമണ്ടയ്ക്ക് കൊന്നുകളയും. തല പൊട്ടി ചോര ഒഴുകുന്നു. അവൾ തല പൊട്ടിയെടുത്ത് പൊത്തിപ്പിടിച്ചു. കൈത്തണ്ടയുടെ രക്തമൊഴുകുന്നു. അവൾ അടുത്ത് ചെന്നു, അവന്റെ ദേഹത്ത് പറ്റിച്ചേർന്ന് നിന്നു. അവൻ ടോർച്ച് താഴെയിട്ട് അവളെ കെട്ടിപ്പുണർന്നു. സ്നേഹഭാവത്തിൽ അവൾ അടുത്ത് നിന്ന് മടിക്കുത്തി തിരികെ കഠാര വലിച്ചെടുത്ത് അവന്റെ വയറ്റത്ത് ചേർത്ത് വെച്ച് കത്തിയൊരെണ്ണം കയറ്റി കരളിന്റെ കുത്തും ഞെറിയും പിളർന്നു പോകും വിധവും കുടൽമാല പുറത്തിയാടിയവൻ നിലത്ത് വീണു. കൈകാലിട്ടടിക്കുന്നു, ഞെളിവിരിക്കൊള്ളുന്നു. നാക്ക് കടിച്ചു മുറിച്ചുകൊണ്ട് തുറുകണ്ണോടെ അവൾ കാത്തുന്നവന്റെ നെഞ്ചത്ത് വീണ്ടും ആഞ്ഞു കുത്തി. ചോര ചീറ്റി ചീറ്റി വരുന്നു. അവൾ വാരിയെടുത്തു. മുടിയിലും മുഖത്തും മുണ്ടിലും ഒക്കെ തേച്ചു. കൈതറയെ ചോരയായിട്ട് അവൾ ഓടി 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 ഓടി. ലൈഫ് ഈസ് എ ടെയിൽ ടോൾഡ് ബൈ ആൻ ഇഡിയറ്റ് എന്ന ഭാഗം വായിച്ചുകൊണ്ട് എന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടതും ഞാൻ അവനെ കൊന്നു ചേട്ടാ എന്ന് പറഞ്ഞതും പോലീസ് വന്നതും അവളെ കൊണ്ടുപോയതും ഒക്കെ നമ്മൾ കണ്ടതാണല്ലോ. നേരം വെളുത്തില്ല കാത്തുനിൽപ്പൂ ശുക്രതാരം കിഴക്കിന്റെ പൂക്കുറ്റി കത്തുവാൻ കത്തിപ്പൂക്കുറ്റി കരാളമന്റെ അതിലും രക്തം തെളിച്ചു തൊടുക്കുന്നു ദിങ്മുഖം. നേരം പുലർന്നു. റഹീം ഉണർന്നു. ഉമ്മാ ഉമ്മാ വിശക്കുന്നു. അവന് രാവിലെ വലിയ കത്തല്. അവൻ ഇറങ്ങി വന്നു. ഇതാ വീട്ടിന്റെ മുറ്റത്തൊരു ശവം. ഒരുത്തൻ കുടൽമാല പുറത്തിയാടി നാക്ക് കടിച്ചു മുറിച്ച് ദുർഗണ്ണൂടെ കിടക്കുന്നു. അവൻ റോഡിലേക്ക് കിടന്ന് ചാടി ഓടുന്നു. തിരിഞ്ഞു നോക്കി ഓടുന്നു. ജീവനം കൊണ്ട് ഓടുന്നു. ഇന്ന് 5-6 ദിവസത്തേക്ക് അവന്റെ കവിളിന്ന് കണ്ണുനീർ തുടച്ച് തോർന്നിട്ടില്ല. കൂട്ടുകാരൻ വിരല്ലാത്ത കൈകൊണ്ട്, കുഷ്ടം പിടിച്ച് വിരലറ്റ കൈകൊണ്ട് അവന്റെ കണ്ണുനീർ തുടയ്ക്കുന്നു. റഹീമെ കരയാടാ, നിന്റെ ഉമ്മ ജയിലിൽ കിടപ്പുണ്ടാ, അവിടെ ആദ്യത്തെ കെട്ടിയവനാ, അവര് കുത്തിക്കൊന്നടാ, അവരിങ്ങ് വരുവടാ, വാ വരൂ. ഇനി നിങ്ങൾക്ക് റഹീമിനെ കാണണമെങ്കിൽ ആ ബസ് സ്റ്റാൻഡിൽ ചെല്ലുമ്പോൾ നിങ്ങൾ ബസ്സിലിരിക്കുമ്പോൾ ചുറ്റും കാണാം. അവനും കൂട്ടരും വരും. സാർ, ആയിഷ ഉമ്മാടെ പൊന്നുമാനാണ് ഞാൻ, ആയിഷ ഉമ്മാടെ പൊന്നുമോനാണ് ഞാൻ. അപ്പൊ കൂട്ടുകാർ പാടിക്കൊടുക്കും. ജയിലിൽ കിടക്കുന്ന ആയിഷ ഉമ്മാടെ പൊന്നുമോനാണ് ഞാൻ, ആയിഷ ഉമ്മാടെ പൊന്നുമോനാണ് ഞാൻ. ബസ് പോയി. അതിനൊരാൾ അവിടെ ഇറങ്ങി. ഒരു വൃദ്ധൻ വടിയുമിടിച്ച് ചെല്ലുന്നു. പിള്ളേര് പേടിച്ചു പോയി. റഹീമ, എടാ റഹീമെ പോടാ, ഭ്രാന്തൻ ഭ്രാന്തൻ. മക്കളെ നില്ലേ, ഞമ്മള് ഭ്രാന്തനല്ല, അവിടെ നിൽക്ക്. നിങ്ങൾ ആരാണ്? ആയിഷ ഉമ്മാടെ പുന്നാരമോൻ. റഹീം മുമ്പോട്ട് ചെയ്യുന്നു. അത് ഞമ്മളാ, പൈസ ഞമ്മക്ക് കിട്ടണം. ആ വൃദ്ധൻ റഹീമിനെ വാരിയെടുത്ത് മാറോട് ചേർത്ത്
കെട്ടിപ്പൊടുന്ന് തെരുതര ചുംബിക്കുന്നു, പൊട്ടിക്കരയുന്നു. അയ്യോ റഹീമിനെ ഭ്രാന്തം പിടിച്ചേ, ഭ്രാന്താ, വിടറാ വിടറാ. ആ കുട്ടികളെല്ലാം കൂടെ വൃദ്ധനെ ആക്രമിക്കുന്നു. വേണ്ടമാനം ആളുകൂടി, കാറും ബസ്സിൽ ലോറിയും സൈക്കിളും ഒക്കെ നിന്നു. റഹീമിനെ താഴെ നിർത്തിയിട്ട് ആ വൃദ്ധൻ ചോദിക്കുന്നു, എന്താ എല്ലാവരും എന്നെ തുറിച്ചു നോക്കുന്നേ? എന്തായാലും എല്ലാവരും എന്നെ പകച്ചു നോക്കുന്ന ആർക്കും നമ്മളെ അറിയില്ലേ? നമ്മളാണ് അദ്രമാൻ. അദ്രമാൻ ചത്തില്ല പണ്ടത്തെ അദ്രമാൻ, അദ്രമാൻ ചത്തില്ല പണ്ടത്തെ അദ്രമാൻ. റഹീമിനെ ഒക്കത്ത് വെച്ചുകൊണ്ട് ആ വൃദ്ധൻ പോകുന്നു. ഒക്കത്തിരുന്നുകൊണ്ട് റഹീം വിളിച്ചു പാടുന്നു, ഉപ്പപ്പാ ചത്തില്ല, ഉപ്പപ്പാ ചത്തില്ല, അദ്രമാൻ ചത്തില്ല പണ്ടത്തെ അദ്രമാൻ, അദ്രമാൻ ചത്തില്ല പണ്ടത്തെ അദ്രമാൻ. തെണ്ടിക്കുട്ടികളെല്ലാം പാട്ട് പാടിക്കൊണ്ട് വൃദ്ധന്റെ പിന്നാലെ, അദ്രമാൻ ചത്തില്ല പണ്ടത്തെ അദ്രമാൻ, അദ്രമാൻ ചത്തില്ല പണ്ടത്തെ അദ്രമാൻ. കുറെ ദിവസം കഴിഞ്ഞപ്പോഴേക്ക് ആ തെരുവിലുള്ള സകല തെണ്ടികളും റഹീമിന്റെ നേതൃത്വത്തിൽ പാട്ടുപാടിക്കൊണ്ട് തെരുവിലൂടെ നടക്കും. ആ തെരുവീതിക്ക് ഇക്കിളി പകരുന്ന ചുവടുവയ്പോടെ സാർത്ഥകമായ ഗാനങ്ങൾ പാടിക്കൊണ്ട് റഹീമും അദ്രമാനും മുമ്പേ, തെണ്ടിക്കുട്ടികൾ പിമ്പേ റഹീം പാടിക്കൊടുക്കും. അമ്പിളി പെണ്ണീനെ മുത്തുവാൻ മാനത്ത് കുമ്പണം കൂവിയോര്, നിങ്ങളുടെ കൊമ്പൻ തലപ്പാവ് തട്ടിയെറിയുന്ന ചെമ്പൻ പുലരി കണ്ട, ചെമ്പൻ പുലരി കണ്ട. നൂറ്റാണ്ട് കാലമായി ഞങ്ങളെല്ലാം കാൽച്ചുവട്ടിലമർത്തി ജീവിതത്തിന്റെ സൗഭാഗ്യ മേഖലകളെല്ലാം സ്വന്തമാക്കി ഇരുളിന്റെ തലേക്കെട്ടും കെട്ടി ഇരുളിന്റെ ഭരണം നടത്തുന്ന, അല്ലയോ ഇരുളിന്റെ ഭരണാധികാരികളെ, നിങ്ങളുടെ തലയിലിരിക്കുന്ന ആ കൊമ്പൻ തലപ്പാവുണ്ടല്ലോ, കൊമ്പൻ തലപ്പാവ് തട്ടിയെറിയുന്ന ചെമ്പൻ പുലരി കണ്ട. റഹീമേ, അതിൽ ഞമ്മളും പാടട്ടെ, ഞമ്മളും പാടട്ടെ. എന്നായി ദയവലങ്ങു വെപ്പിച്ചവർ, പൊന്നു റഹീമിനെ തണ്ടാനെറിഞ്ഞവർ, കൽബ് കാണില്ലവർക്ക്, അവന്മാർക്ക് ഹൃദയമുണ്ടാവില്ല. ഉണ്ടായിരുന്നെങ്കിൽ അപ്പോഴേ തന്നെ വറുത്തു തിന്നേന ഞാൻ, വറുത്തു തിന്നേന ഞാൻ. അമ്പിളി പെണ്ണീനെ മുത്തുവാൻ മാനത്ത് പൊൻപണം തൂവിയോരെ, നിങ്ങളുടെ കൊമ്പൻ തലപ്പാവ് തട്ടിയെറിയുന്ന ചെമ്പൻ പുലരി കണ്ട, ചെമ്പൻ പുലരി കണ്ട, ചെമ്പൻ പുലരി കണ്ട. ആ തെണ്ടിവർഗത്തിന്റെ ജാഥ വഴിത്തിരിവിലെത്തുമ്പോൾ, ആ തെണ്ടിവർഗത്തിന്റെ ഗാഥ അന്തരീക്ഷത്തിൽ പ്രതിധ്വനിച്ചു നിൽക്കുമ്പോൾ, വയലാർ രാമവർമ്മയുടെ ആയിഷുമ്മയുടെ പുന്നാരമോന്റെ കഥ അവസാനിക്കുന്നു. ബഹുമാന്യ സഹോദരരെ, നിങ്ങൾക്ക് നന്ദി.